നമ്മളെല്ലാം സഹായിക്കട്ടെ. ഇതര മുഖവുരകൾ ഒഴിവാക്കി നമുക്ക് നേരെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 45 മുതൽ 49 വരെ 45 to 49 നമുക്ക് വായിച്ചുകൊണ്ട് വചന ധ്യാനത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സ് 45 to 49, 49 മുതൽ 45 വരെ ഒന്ന് വായിച്ച് സഹായിക്കുക. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മതി. വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് ഇവിടെ ഇന്ന് വായിച്ചിട്ടുള്ളത്. ഇത് അകത്തിരുന്ന് ദൈവവചനം കേൾക്കുന്ന, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകൾക്കും പുറത്ത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമെന്ത് എന്നാരായുന്ന ഏതൊരാൾക്കും ക്രിസ്തുവിശ്വാസത്തിൻ്റെ തത്വം, അതിൻ്റെ തീം, അതിൻ്റെ ഉള്ളടക്കം ഈ വചനത്തിലുണ്ട്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഇന്നത്തെ സവിശേഷത അകത്തും പുറത്തുമുള്ള ആളുകൾക്ക് ഒരുപോലെ ഇതിലെ ചിന്തകൾ പ്രസക്തമാകണം എന്നതാണ്. ഇവിടെ വളരെ ഏകാഗ്രത ഈ വിഷയത്തിൽ നിങ്ങൾ നൽകേണ്ടതുണ്ട്. പുതുതായി ചില സഹോദരങ്ങൾ കൂടി വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇവിടെ സംഘാടകർ പറഞ്ഞു, ലീഡ് ചെയ്യുന്ന ദിവാസൻ്റെ അടുത്ത് ഇങ്ങനെ ആക്ഷൻ കാണിച്ചതാണ്, നിങ്ങളെല്ലാം കയറി മുമ്പോട്ടിരിക്കാൻ. അദ്ദേഹം അത് കണ്ടില്ല. ഞാനത് കണ്ടെങ്കിലും ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം നേരത്തെ വന്നവരുടെ റൈറ്റാണ് ഇഷ്ടമുള്ളൊരു സീറ്റിലിരിക്കാൻ. അതിനാ നിങ്ങൾ പുറയുന്നു പറഞ്ഞാൽ ആ പുറകെ വന്നൊരു വണ്ടി കയറി ഇരുന്നാൽ പോരെ? സന്തോഷമില്ല നിങ്ങൾക്കല്ലേ? എല്ലാ യോഗത്തിലും നമ്മുടെ ഒരു നടപടിക്രമമാണ്, ആദ്യ യോഗത്തിന് വന്നവനെ എഴുന്നേൽപ്പിച്ച്, അത് വേണ്ടെന്ന് ലേറ്റായി വരുന്നതല്ല, നമ്മളൊക്കെ ലേറ്റല്ലേ, ഞങ്ങളെല്ലാം എല്ലാ യോഗത്തിലും ലേറ്റാണ്. അപ്പോൾ ഒരു കസേര ഒഴിവാക്കി അവിടെ ഇരുത്തണ്ട. ഇവിടെ ഇഷ്ടംപോലെ ചെയറുണ്ടോ, ഒന്ന് നടന്നാൽ മതി. അതിൻ്റെ ഇടയിൽ വഴി കൊടുത്തേക്കണം കേട്ടോ. നിൽക്കുന്നവർക്കൊക്കെ സൗകര്യമുണ്ട്, ഫ്രണ്ടിൽ വന്നിരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ഫ്രണ്ടിൽ വാ, അതാണ് സന്തോഷം. സന്തോഷമല്ലേ? ആ, എന്തിനാണെന്നറിയില്ല, നേരത്തെ വരുന്നതിന് ഈ ശിക്ഷയെല്ലാം അവിടെ കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ചെയ്യരുത്. ഈ പാസ്റ്റർ അത് നല്ലൊരു ആത്മനടത്തി പോലെ ആ കൈ വെക്കുന്ന കാണാഞ്ഞത് നന്നായി. ടിജോ ബ്രദർ അവിടെ ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്നു, പാസ്റ്റർ അത് മൈൻഡ് ചെയ്തില്ല. നല്ല കാര്യം, പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഈ വചനത്തിലൂടെ ഒന്ന് പോകാം. പ്രാർത്ഥനയോടിരിക്കണം. ഇന്ത്യയിൽ സുവിശേഷ പ്രസംഗങ്ങൾക്ക് വലിയ ഒരു ചരിത്രമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കുമ്പനാട് കൺവെൻഷൻ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. 100 വർഷമാണ് അതിൻ്റെ കാലഘട്ടമായി പറയുന്നത്. അതേസമയത്ത് വിവിധ ക്രൈസ്തവ സഭകൾ ഏകോപിച്ച് തിരുവല്ലയിലും ഒരു ശതാബ്ദി കൺവെൻഷൻ നടന്നു. 100 കൊല്ലങ്ങൾ മലയാളക്കരയോട് കലർപ്പില്ലാത്ത സുവിശേഷം തുടർമാനമായി അത് തെറ്റാതെ പറഞ്ഞ് ലക്ഷക്കണക്കിന് യോഗങ്ങൾ, ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ 100 വർഷം നമ്മുടെ പൂർവികർ പണിപ്പെട്ടു. ഇതിന് പെട്ടെന്നുള്ളൊരു ചരിത്രമല്ലുള്ളത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, 100 വർഷം പഴക്കമുള്ള പെന്തക്കോസ്തു സഭകൾ 2000 വർഷം പഴക്കമുള്ള ഞങ്ങളെ എന്താണ് പഠിപ്പിക്കാണ്ടിരിക്കുന്നത്? അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, വന്ന് കാൺമീൻ. ഇതിൽ വല്ലതും ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പെന്തക്കോസ്ത് സഭകൾ എന്ന് പറയുന്നത് വേറെ എങ്ങൊന്നും ടാക്സി പിടിച്ചോ ഒന്നല്ല.
2000 വർഷം പഴക്കമുള്ള സഭയ്ക്കകത്ത് നിന്ന് പ്രസ്ഥാനം പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും കുറെയൊക്കെ ദുരാചാരങ്ങൾക്കും വഴിപ്പെട്ടപ്പോൾ നമുക്ക് പൂർവികതയിലേക്ക് മടങ്ങണം. നവീകരണം അല്ലായിരുന്നു കേട്ടോ. ലെറ്റ്സ് ഗോ ബാക്ക്, ലെറ്റ്സ് ഗോ ടു ദ സോഴ്സ്. നമുക്ക് സോഴ്സിലേക്ക്, സ്ലീഹ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങണം. ആ ചിന്തയിൽ അകത്ത് രൂപപ്പെട്ട ഉന്മേഷദായകമായ പൂർവീകരണമാണ് വാസ്തവത്തിൽ പെന്തക്കോസ്തലിസം. ഇനി മുടിതിരൊട്ടേറെ ചരിത്രം. ചില സുഹൃത്തുക്കൾ പറയുന്നത് ഈ പെന്തക്കോസ്ത് സഭ രൂപപ്പെട്ടതൊരു തെരുവിലാണ്. അത് ശരിയാണ്. ഞാൻ അഡ്രസ്സ് കൂടെ പറഞ്ഞേക്കാം. നമ്പർ 312 അസൂസ തെരുവ്, കാലിഫോർണിയയിലാണ്. നമ്മുടെ ജനം തർക്കമൊന്നും വേണ്ട. അത് ഏജിയുടെ ചരിത്രത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഏജി പറയാറുണ്ട്. ചാൾസ് പെർഹാമിൻ്റെ ബഥേൽ ബൈബിൾ കോളേജിലാണ് എന്നും പറയാറുണ്ട്. എനിക്കിത് രണ്ടും വിശ്വാസമാണ്. ഞാൻ 2 ശതാബ്ദിയെ സപ്പോർട്ട് ചെയ്തു. നമ്മളാർക്കും എതിരല്ല. നമ്മളാർക്കും എതിരല്ല സണ്ണിച്ച കേട്ടോ. നമ്മളാർക്കും എതിരല്ല. എങ്ങനെയും പരമാർത്ഥമായിട്ടോ അല്ലാതെ യേശുവിനെ പ്രസംഗിക്കുന്നത് അത്രയും നല്ലതല്ലേ? നടക്കട്ടെ, സ്തോത്രം. അപ്പോൾ അതുവരെയുള്ള സഭകളുടെ ഒരു സ്ഥിതി, ചെറിയ റിഫർമേഷനൊക്കെ ഉണ്ടെങ്കിലും ഈ ചാൾസ് പെർഹാമിൻ്റെ ബഥേൽ ബൈബിൾ കോളേജാന്ന് വേണ്ടത്ര ആത്മീയ പൂർണ്ണത കൈവരിച്ചൊരു സ്ഥാപനമൊന്നുമല്ല. കിട്ടിയ ഒരു വെളിച്ചത്തിൽ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ നടക്കുമ്പോൾ, ഈ അന്നത്തെ ബൈബിൾ സെമിനാരികൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രമല്ല, അത് പഠിച്ചാൽ മതി, കോളേജിലും അധ്യാപകരാകാം. ഇംഗ്ലണ്ടിലൊക്കെ ഇന്നും അങ്ങനെയാണല്ലേ? അതുകൊണ്ട് ഇവിടുന്ന് BD MTH ഒക്കെ കഴിഞ്ഞ് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ചെന്നാൽ ഹയർ സ്റ്റഡി ഏതിലും പോകാം. ആർട്സ് സബ്ജക്റ്റോ സയൻസിനോ ഒക്കെ പോകാം, പ്രശ്നമില്ല. അങ്ങനെയാണ്. വാസ്തവത്തിൽ ഈ ബിരുദങ്ങൾ എന്നൊരു സങ്കല്പം പോലും ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് നമ്മളാണ്. ലോകത്തിൻ്റെ മുമ്പിലല്ല, ഇന്ത്യക്കാരനാദ്യം MA BA എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത് നമ്മൾ സ്ഥാപിച്ച കലാലയങ്ങളിൽ നിന്ന്. അതിനുമ്പ് ഇത് കേട്ടിട്ടില്ല. വാട്ട് ഈസ് MA, വാട്ട് ഈസ് BA എന്നൊന്നും അവർ കേട്ടിട്ടില്ല. നമ്മൾ ആരംഭിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ ചാൾസ് പെർഹാമിൻ്റെ കോളേജിൽ ഒരു മനുഷ്യൻ പഠിക്കാനെത്തി. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത വിരൂപനായ ഒരു കറുത്ത വർഗ്ഗക്കാരൻ. നമുക്കിന്ന് ഈ നീഗ്രോ എന്നൊരു പദം ഉപയോഗിക്കാൻ പാടില്ല. അത് പൊതുവിലെ അറിവിന് വേണ്ടി പറഞ്ഞാണ്. അമേരിക്കയ്ക്ക് എന്നാൽ കേസെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് കുഴപ്പമില്ല, അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു കണ്ണിന് കാഴ്ചയില്ല, അപ്പോൾ വിരൂപനാണ്. വെള്ളക്കാരും കറുത്തവരും തമ്മിൽ സംഘർഷം മുറ്റി നിൽക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പൂർവികരെ കപ്പലിൽ അടിമപ്പണിക്ക് വേണ്ടി അമേരിക്കയിൽ കൊണ്ടുവന്നാണ്. വന്നുപെട്ടതൊരു കത്തോലിക്ക പുരോഹിതൻ്റെ സംരക്ഷണയിലായിരുന്നു അതിന് പിതാവ്. അതേ നല്ലൊരു മനുഷ്യനായിരുന്നു കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം വളരെ കെയർ ചെയ്ത് ഇവരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് അറിയാവുന്ന വിധത്തിൽ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു. അവര് ഈ ക്രിസ്തുവിശ്വാസത്തിൻ്റെ ഉള്ളടക്കങ്ങളൊന്നും കാര്യമായി മനസ്സിലാക്കാതെ അത് ഉൾക്കൊണ്ടു. ഈ മനുഷ്യൻ അന്ന് പഠിക്കാൻ ഈ പെർഹാമിൻ്റെ കോളേജിലെത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഇരിക്കാനുള്ളൊരവസരം ഈ തിണ്ണയ്ക്കാണ്. ഒരു കസേര തിരിച്ചിട്ട് ഇങ്ങോട്ട് ഇരുത്തുക, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ സഭയിൽ സെക്രട്ടറിമാരിയ്ക്കുന്ന പോലെ. സെക്രട്ടറി, കൈകാരൻ, മൂപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾ പതുക്കെ എഴുന്നേറ്റ് വന്നത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുമല്ലോ ഇങ്ങോട്ട്. അവിടെ വരെ വരാവുള്ളൂ. ഇവിടെ ഇരിക്കാൻ ഇച്ചിരി നടപടിക്രമമൊക്കെ ഉണ്ട്, പതുക്കെ ഇങ്ങോട്ട് കയറാവുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ ഇതേ വിധത്തിൽ ഇദ്ദേഹം ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടിരിക്കണം, കാരണം അകത്ത് കയറ്റൂല. പക്ഷെ ആൾ നന്നായിട്ട് പഠിക്കും, ഭയങ്കര ഉത്സാഹം. അതുകൊണ്ട് ഈ ചാൾസ് പെർഹാമിന് വലിയ സന്തോഷം അദ്ദേഹത്തോട്. മാഷിന് വലിയ കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിനെ പറ്റി, സ്നേഹത്തെപ്പറ്റി, മനുഷ്യത്വത്തെ ഒക്കെ കേട്ട് ഈ മനുഷ്യൻ മോനെ അല്പം തുറക്കണം, ഭയങ്കര അടഞ്ഞ സൗണ്ടാണ്, ഫീഡ്ബാക്കും തരണം, ഇത് ചരിച്ചു വെച്ചാലും മതി ഇങ്ങോട്ടൊന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഉന്മേഷം. ഇദ്ദേഹം താമസിക്കുന്നത് നമ്പർ 313 അസൂസ സ്ട്രീറ്റ് അവിടെയാണ്. അപ്പോൾ അവിടെ ഈ സ്ട്രീറ്റിനൊരു പ്രത്യേകതയുണ്ട്. സകല അധർമ്മങ്ങളും കൊടികുത്തി വാഴുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഈ മനുഷ്യന് അവിടെ ഒരു പ്രാർത്ഥന ഹാളുണ്ട്. കുറേ പാവം മനുഷ്യർ പ്രാർത്ഥിക്കാൻ വരും.
പതിവായി ഒരു 7-8 പേര് വരും. അപ്പോൾ ഇവരാ നാടിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം മാരകമായ ഓപ്പിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കഞ്ചാവിന് തത്തുല്യമായ പഴയ കാലത്ത് ഇംഗ്ലണ്ടിലെ കവികളൊക്കെ ഇത് ഉപയോഗിച്ചാണ് ഷെയറോഗൊക്കെ വന്നത്. വില്യം ബ്ലേക്കും അങ്ങനെ മിക്കവാറും ആളുകൾ കീൽസും ഒക്കെ ഓപ്പിയത്തിന് അഡിക്റ്റാണ്. ഓപ്പിയത്തിൻ്റെ വ്യാപാരം ഒരു ഭാഗത്ത്, അടുത്തത് മറ്റു തരത്തിലുള്ള അധാർമിക പ്രവൃത്തികൾ ഒരു വശത്ത്. ഇതുകൂടാതെ ഈ വൈറ്റ്സിനെ ആക്രമിക്കാൻ ബ്ലാക്സ്, അമേരിക്കയിലെ ബ്ലാക്സ് ആയുധങ്ങൾ ഉണ്ടാക്കി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. തമ്മിൽ കണ്ടാൽ അടിക്കും, ഒരു കാരണവുമില്ല, വലിയ പ്രശ്നമാണ്. എല്ലാ അധർമ്മങ്ങളും കൊടികുത്തി വാഴുന്ന ആ സ്ഥലത്ത് ഇതിലൊന്നും പെടാതെ കുറെ പാവപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ചിലതരം പ്രാർത്ഥനകൾക്ക് പെട്ടെന്നാണ് മറുപടി. ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്നും കിട്ടത്തില്ല, ആ വർഷവും കിട്ടൂല, നമ്മളിതങ്ങ് വിടും, നമ്മൾ തന്നെ മറന്നു പോവും. പക്ഷെ കേട്ടവൻ മറക്കില്ല. അങ്ങനെ അനുഭവമുള്ളവരോടില്ലേ? 10-20 വർഷം മുമ്പൊക്കെ പ്രാർത്ഥിച്ചിട്ടത് തൻ്റെ ഇപ്പോഴാണ് കിട്ടുന്നല്ലേ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഇവർ മടുത്തില്ല. പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഇവരുടെ നാവ് വഴങ്ങാതായി. പ്രാർത്ഥിച്ച് നാവ് വഴങ്ങാതായി, അവ്യക്തമായ ശബ്ദങ്ങൾ നാവിലൂടെ പുറത്തു വന്നു. അവർക്ക് തന്നെ മോശം തോന്നി, നിർത്താനോട്ട് പറ്റുന്നുമില്ല. എന്തൊരവസ്ഥ! കുറെ കഴിഞ്ഞവർ കരയാൻ തുടങ്ങി. ശബ്ദം ഉച്ചസ്ഥായിലെത്തിയപ്പോൾ ഇതെന്തെന്നറിയാൻ വ്യത്യസ്ത ശബ്ദം കേട്ട് ആളുകൾ അടുത്തേക്ക് വന്നു. വരുന്നവര് ഒരു നിശ്ചിത അകലം കഴിയുമ്പോൾ അവരും ഷോക്കടിക്കും പോലെ ഈ ശബ്ദത്തിൻ്റെ ഭാഗമായി. വലിയ ശബ്ദം. പലപ്പോഴും ആളുകൾ ഞങ്ങളെ ശബ്ദം കൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നല്ലേ. ശബ്ദം കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം എടുക്കണം, ഞങ്ങൾക്കൊരു കണ്ടന്റ് ഉണ്ടല്ലോ, ഉള്ളടക്കം. അതോടെ പഠിക്കണം. എന്താ ഞങ്ങൾക്ക് വ്യത്യസ്തമായി രാഷ്ട്രത്തോടും സമൂഹത്തോടും പറയാനുള്ളത്, അതുകൂടി ഗ്രഹിക്കണം, ആ വസ്തുത കൂടി മനസ്സിലാക്കണം. ഇതിങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിന്നു. എന്നുവെച്ചാൽ ഒരു ഭക്ഷണം കഴിക്കുന്നില്ലെന്നൊന്നുമല്ല, അവരുടെ സംഭാഷണവും അവരുടെ ലോകം മൊത്തം ആത്മനിറവെന്നതിൻ്റെ ഒരു ലോകമായി മാറി. ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ ഉണർവിനൊടുവിൽ സംഭവിച്ചത് ഇവിടെ ഇരിക്കാൻ ഇടയില്ലാതായി. ഈ തെരുവിലെ കച്ചവടക്കാരൊക്കെ അവിടുന്ന് സാധന സാമഗ്രികൾ മാറ്റിയിട്ട് ഈ തെരുവോരത്തിറങ്ങിയിരുന്നിട്ട് വില്യം ജെ സെയ്മൂർ എന്ന ഒറ്റക്കണ്ണനായ മനുഷ്യനോട് പറഞ്ഞു, സർ, ഇവിടെ നിന്ന് പ്രസംഗിക്കണം. സെയ്മൂർ വരും, അദ്ദേഹം അങ്ങോട്ട് പ്രസംഗം ആരംഭിച്ച് 2-3 വാക്കുകൾ പറയാനേ പറ്റൂ. നാവ് കുഴയും, കേൾവിക്കാരൻ്റെയും അദ്ദേഹത്തിൻ്റെയും. വലിയ ഉണർവിൻ്റെ താപജ്വാലകൾ ആളിക്കത്തി. ഈ ഉണർവിനൊടുവിൽ എന്ത് സംഭവിച്ചു അറിയണ്ടേ? അദ്ദേഹം നമ്മളാ നാട്ടിലൊക്കെ കാണുന്നൊരു കാഴ്ച, ഈ നാട്ടിലെ ക്രൂരന്മാരായ ബ്ലാക്സ്, ഗുണ്ടകളായി പെരുമാറിയിരുന്ന ആളുകൾ, ഓപ്പിയം അഡിക്റ്റ്, ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, മനസമാധാനമില്ല, സന്തോഷമില്ല, ഇതുകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കുമ്പോൾ വീട്ടിൽ തൃപ്തിയില്ല, പ്രാർത്ഥിക്കണേ. അദ്ദേഹം കരം വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക, സ്ഥിതി മാറി. വലിയ മാറ്റം. കൊടുംപാവികളുടെ ഹൃദയത്തിൽ പാപബോധം ആഞ്ഞു ഭരിച്ച് കരയാൻ തുടങ്ങി. ഇത് കൂടി ഇവർ ചിലർ തങ്ങൾ കൊല്ലാനിരുന്ന വൈറ്റ്സിൻ്റെ അടുത്ത് ചെന്നു. അവരെ കണ്ടിട്ട് പറഞ്ഞു, യജമാനി, നിൻ്റെ അടുത്ത് പണിയെടുക്കുമ്പോഴും നിൻ്റെ കൂടെ നടക്കുമ്പോഴും ഉള്ളിൽ പകയായിരുന്നു. തരം കിട്ടിയാൽ കൊല്ലാൻ, കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ, കപ്പലിലും കടലിലുമൊക്കെ എറിഞ്ഞ് 100 കണക്കിനാ ഞങ്ങളുടെ ആളുകളെ
ഇങ്ങനെ കൊന്നുകളയുമ്പോഴുള്ള വേദനയുടെ പക വർദ്ധിച്ച് അവസരം കിട്ടിയാൽ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആ ചിന്ത. ക്ഷമിക്കണം. വെള്ളക്കാരൻ ഇവനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിന്നെ ഒരു മനുഷ്യനായി പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്പർ 13 അസൂസ സ്ട്രീറ്റ് എന്നെ മാറ്റിമറിച്ചു. ഞാനെന്നൊരു മനുഷ്യനായി. നീ എന്നോടാ ക്ഷമിക്കേണ്ടത്. ചരിത്രത്തിൽ ഇത്രയും സന്തോഷം പകരുന്ന ആത്മനിറവിന് അസൂസ സ്ട്രീറ്റ് തയ്യാറായപ്പോൾ കേരളത്തിലെ ഉണർവ് മറ്റൊരു രൂപത്തിലായിരുന്നു. ഈ സ്ട്രീമിലല്ല കേട്ടോ. കേരളത്തിലൊരു മാസീവായ ഉണർവൊന്നും ഉണ്ടായിട്ടില്ല ഈ രൂപത്തിൽ. ഈ പറയുന്ന അസൂസായിൽ കണ്ടതുപോലെ, വെയിൽസിൽ കണ്ടതുപോലെ ഒരു ഉണർവൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുകയെന്നൊന്നുമില്ല, ഉണ്ടായേക്കാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം കർത്താവിൻ്റെ വരവിന് മുമ്പ് ഒരു ഉണർവുണ്ടാകണമെന്നും വചനത്തിലില്ല. അപ്പോൾ ഇത്തരമൊരു പരിതസ്ഥിതി സംജാതമായപ്പോഴും കേരളത്തിലെ സ്ഥിതി കേൾക്കണ്ടേ. നമ്മുടെ നാട്ടിൽ അന്ന് ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ നിന്നൊക്കെ വേർപിരിഞ്ഞു പോയ മാർത്തോമ സഭയാണ് സുവിശേഷത്തിൻ്റെ വക്താക്കളായി മുമ്പോട്ട് വന്നത്. കേരളക്കരയുടെ ഏറ്റവും മനോഹരമായ സുവിശേഷം പറഞ്ഞ ഒരു ചരിത്രമുള്ള പ്രസ്ഥാനമാണ് മാർത്തോമ സഭ. അത് ചെറിയ കാര്യമല്ല, ചുമ്മാ സുവിശേഷം പറഞ്ഞൊന്നല്ല. അവരിലെ പ്രമുഖനായ എബ്രഹാം മൽപ്പാൻ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നമ്മൾ ആവേശം കൊള്ളുന്നതിലും ആവേശം കൊള്ളണം. എന്ത് ചെയ്തു എബ്രഹാം മൽപ്പാൻ? സംസാരിക്കാൻ പറ്റില്ല, അത് ഗൗരവമുള്ള കേസാണ്. 8-ാം മൈലിലെ അമ്മയല്ലേ, ഇനി ഞാനും അടിക്കും. എന്നോട് വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇവിടുത്തെ. ഞാൻ ചോദിച്ചു, കുഞ്ഞിനെ ആരെങ്കിലും തല്ലുന്നുണ്ടോ? അങ്കിള് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. 8-ാം മൈലിലെ അമ്മ മാത്രമേ തല്ലത്തുള്ളൂ. ഞാൻ അമ്മയെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടിരിക്കുക, കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടേക്കല്ലെന്ന്. ഞാൻ താക്കീത് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ കക്ഷി അവിടെ ഇരുന്നോട്ടെ. ആ കക്ഷിയാണോ ഇത്? നമ്മൾ പകല ഇടപെട്ട ആളല്ലേ, നമ്മൾ ഫ്രണ്ട്സാ, ഡീസൻ്റായിട്ട് നോണം. കുഞ്ഞാണ് ഇവരെ വഴി തെറ്റിക്കുന്നത്, ശ്രദ്ധിച്ചോണം. അപ്പോൾ തിരിച്ചു വരാം. അപ്പോഴേ മാർത്തോമ സഭയുടെ നിന്ന് ഉണർവിന് നേതൃത്വം കൊടുത്ത എബ്രഹാം മൽപ്പാൻ പള്ളിക്കുള്ളിൽ കടന്നു, മതവയ്ക്കകത്ത് കയറി ഈ തിരുസ്വരൂപം എല്ലാം എടുത്ത് കണ്ടി കൊണ്ടിട്ടു. ഈ കഥ ചിലർ പറയാറില്ല. ഇതെല്ലാം കൊണ്ടിട്ടു, കുരിശും കൂടെ എല്ലാം കത്തിച്ച് കളഞ്ഞു. ഇങ്ങനെ ഉണ്ടായതായി മാരാമൻ കൺവെൻഷനൊക്കെ. ഇന്നതൊക്കെ പറയുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതെല്ലാം കളഞ്ഞു. വിഗ്രഹാരാധനയ്ക്കെതിരെ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയ ഇത്തരം പ്രവണതകൾക്കെതിരെ ഏറ്റവും ശക്തിമത്തായി സമരം നടത്തി പുറത്തു വന്ന ഒരു പ്രസ്ഥാനമാണ് മാർത്തോമ സഭ. തനി ഇന്ത്യൻ പ്രസ്ഥാനം അതാണ്. നമുക്കൊക്കെ ഉണ്ടൊരു വൈദേശിക ടച്ച് അല്ലേ, ഏജിക്കും ചർച്ചക്കൂടിനും ഒക്കെ ഉണ്ട്, IPCക്കും എല്ലാത്തിനും ഉണ്ട്. പക്ഷേ തനി ഇന്ത്യൻ പ്രസ്ഥാനമാണ് മാർത്തോമ സഭ. മാർത്തോമ സഭയിൽ നിന്ന് 2 തരത്തിലാണ് അതിൻ്റെ ഉണർവ് രൂപപ്പെട്ടത്. ഒന്നതിൻ്റെ താത്വിക ലെവൽ, സംഘടനാതലം. എബ്രഹാം മൽപ്പാനെ പോലുള്ള ആളുകൾ ചിന്തയ്ക്ക് വചനത്തിലും ചരിത്രത്തിലുമൊക്കെയുള്ള പിൻബലമേകിക്കൊണ്ട് ആശയത്തിന് കരുത്ത് കൊടുത്തപ്പോൾ സാധു കൊച്ചു ജ്യോതിഷിയെപ്പോലുള്ള പ്രസംഗര് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഈ 2 ധാരകൾ ഒരുമിച്ച് സമന്വയിച്ചു. സാധു കൊച്ചുഞ്ഞ് ഉപദേശി അനുഗ്രഹിക്കപ്പെട്ടൊരു ഗായകനും ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു. മനോഹര ഗാനങ്ങൾ, സ്വാത്വികനായ ഒരു ദൈവദാസൻ. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഇങ്ങനെ മനോഹര വരികളിലൂടെ മലയാളക്കരയെന്ന് ഓർത്തിരിക്കുന്ന ഉജ്ജ്വലമായ ചിന്തകളുടെ ഉടമയായിരുന്നു. കൂത്തുവശലിനൊക്കെ നമ്മുടെ ക്രിസ്തീയ ഗാനം വെക്കേണ്ടതാണ്. എന്താ കുഴപ്പം? ഖുർആൻ വായനയുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതമുണ്ട്. നമ്മളൊരു പാട്ടോടെ വെക്കണ്ടേ? നമ്മുടെ നികുതി പണം കൊണ്ട് പോകുന്ന രാജ്യത്ത് വേണ്ടേ? ഇരിക്കട്ടെ എന്നാണ്. അതിനാ പ്രശ്നം. നമ്മുടെ കൂടെ വേണം ഒരു പാട്ടുമൊക്കെ. പിന്നെ ഈ ചുമ്മാ തട്ടുപൊളിപ്പം പോയി അവിടെ പാടരുത്, വേറെ കാര്യം. ഇനി അതുകൊണ്ടായിരിക്കും സർക്കാർ വെക്കാത്തത്. നമ്മളതിൻ്റെ മനോഹാരിത നശിപ്പിക്കുമോ എന്നൊരു പേടിയുണ്ടാണോ അല്ലേ? എന്താണെങ്കിലും അവർക്ക്
ഈ രൂപത്തിൽ ഈ ഉണർവ് അവിടെ രൂപപ്പെട്ടപ്പോൾ അവിടുന്ന് ചില പ്രഭാഷകരൊക്കെ എഴുന്നേറ്റു. ബ്രദറൻ സഭയിൽ, ബ്രദറനല്ല ആദ്യം തുടങ്ങുന്ന മലങ്കര വിയോജിതനാണ് ആ സഭയുണ്ടായി. കെ വി സൈമൺ സാറും ഒക്കെയാണ് കേട്ട് വരുന്നത്. ഇതിന് സമാന്തരമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന വളരെ പണ്ടുകാലം മുമ്പ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ കേരളത്തിൽ ബ്രാഹ്മൺസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പരദേശി ബ്രാഹ്മൺസ് ഒത്തിരി കുടിയേറി. ആന്ധ്രയിൽ നിന്ന് ഒക്കെ കുടിയേറി. ആ പരദേശി ബ്രാഹ്മൺസിന്റെ ആ കുലത്തിൽപ്പെട്ട ഒരു കുടുംബം യേശുവിനെ സ്വീകരിച്ചു. തമിഴ്നാട്ടിൽ വെച്ചേ സ്വീകരിച്ചു വന്ന കേട്ടോ. കേരളമായിട്ടൊരു ലിങ്ക് ഉണ്ടായിരുന്നു. ആളിൻ്റെ പേര് AR തങ്കയ്യ അതിശയം എന്നായിരുന്നു. AR തങ്കയ്യ അതിശയത്തിൻ്റെ മകനായിരുന്നു പരേതനായ PAV സാം, നമ്മുടെ ചർച്ചക്കോടിൻ്റെ മുൻ ഓവർസീർ. ആ രൂപത്തിലാണ് എൻ്റെ വരവ്. ഇനി അപ്പുറത്ത് ഇതേ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അതങ്ങ് കൊൽക്കത്തയിൽ മുക്തി മിഷൻ എന്നൊരു സ്ഥാപനം. ആ മുക്തി മിഷനിൽ പണ്ഡിതരമായി എന്നൊരു കർത്തൃദാസിയിലൂടെ ഉണർവ് രൂപപ്പെട്ടു. ഈ പണ്ഡിത എന്ന പേര് പിന്നെ പലർക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ കേട്ടിട്ടുണ്ടല്ലേ? വേണ്ട, പണ്ഡിറ്റ് നെഹ്റു ഇതൊരു ബിരുദമാണ്, ചുമ്മാ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. പണ്ഡിറ്റ് കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആ, നമുക്ക് തോന്നുന്നു ഇടാൻ പറ്റിയ പേരല്ല, അതൊരു ബിരുദമായിരുന്നു അല്ല. പണ്ഡിറ്റ് നങ്ങേലി, പണ്ഡിറ്റ് കുഞ്ഞച്ചൻ അങ്ങനെ ഇടാനൊക്കെയല്ല. അപ്പോൾ ഇത് ഒരു ബിരുദം. ഈ ബിരുദം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം കൈപ്പറ്റിയ ആള് രമാബായി ആയിരുന്നു. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. മനസ്സിലായില്ലേ? ആ, അപ്പം അവരുടെ സ്ഥാപനത്തിലാണ്. അവരൊരു ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ചിത്പവൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണസിലെ കൂടിയ ആളാണ്. ഗാന്ധിജിയെ വെടിവെച്ച് വന്ന ഗോഡ്സെ ചിത്പവൻ ബ്രാഹ്മണായിരുന്നു. ആ കുടുംബത്തിലാണ് അത് അവിടുന്ന് രൂപപ്പെട്ടു വരുന്നത്. ഇതേ സമയത്ത് ബ്രദറൻ സഭയിൽ ഒരു ഉണർവുണ്ടായി. അന്യഭാഷാ ഭാഷണം ബ്രദറൻ സഭയിലുണ്ടായി. തമിഴ്നാട്ടിൽ ജോൺ ക്രിസ്ത്യൻ അരുളപ്പൻ എന്നറിയപ്പെടുന്ന ഒരു ദേവദാസന്റെ ചർച്ചിൽ അന്യഭാഷാ ഭാഷണം രൂപപ്പെട്ടു. പിന്നെ അവിടെ രൂപപ്പെട്ട നമ്മൾ അവിടെ നിന്ന് പുറത്ത് ചാടേണ്ടി വരും, അല്ലേ ഒരു കളയും, വേറെ കാര്യം അത്. അപ്പോൾ ഉണർവ് പല ധാരകളിലൂടെ കേരളത്തിൽ വന്നു. ആ സ്റ്റാൻഡേർഡായിട്ട് അതിഞ്ഞ് പോരുകയാണ്, ഒരു കുഴപ്പമില്ലാതെ പോരുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപജയം വന്നിട്ടൊരു 20 വർഷമായിട്ടുള്ളൂ, 20 അല്ലേ 25. അതിൻ്റെ കാരണം ഈ തൊഴുത്തിൽ പെറാത്ത കുറേ ആടുകൾ ഇവിടെ വന്നിട്ട് കർത്താവ് ക്രൂശിൽ മരിച്ച് നമ്മളെ കോടീശ്വരനാക്കാനാണെന്ന് പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? ആ, സകല ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞു പോയ ചില കക്ഷികൾ പറ്റൊരു ബിസിനസ് ഇതാണെന്ന് കരുതി ഇതിനകത്ത് വന്നുകൂടി. അങ്ങോട്ട് പോകാനൊക്കോ ഇങ്ങോട്ട് പോകാനൊക്കോ കവിഞ്ഞൊഴുകുന്നു എന്നൊക്കെ പറഞ്ഞ്, അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നൊക്കെ പറഞ്ഞ് കൂടെ വന്നവനെ പെരുവഴിയാധാരമാക്കി ഇങ്ങനൊരു ഗ്രൂപ്പ്. നീ എന്തിനാ ഞങ്ങളുടെ കൂടെ കൂടി നശിപ്പിച്ചേ? ഞങ്ങൾ കുഴപ്പമില്ലാതെ പോകാറ്. അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പരിഹരിക്കാൻ വയ്യാത്ത വിഷയമൊന്നും ഇല്ലായിരുന്നു. കൂടെ കൂടിയവനെയും തകർത്ത് അത് പരിപാടിയിലാക്കി. ചുരുക്കി പറഞ്ഞാൽ അതുവഴി ഒത്തിരി പറഞ്ഞു പോയാൽ നമ്മുടെ തന്നെ ചൈതന്യം പോകണ്ട വീട്ടേക്ക്. അപ്പം ഇതിന് കൃത്യമായൊരു ചരിത്രമുണ്ട്, ഇതിനൊരു വഴിത്താരയുണ്ട്. അതിലൂടെ വന്നതാണ്. 100 വർഷത്തെ ക്രിസ്തീയ ചരിത്രത്തിൽ ഞങ്ങൾ സുവിശേഷം കൃത്യമായി പ്രസംഗിച്ചു. അതാ ഇന്ന് ഞങ്ങളുടെ പ്രസംഗം. എന്താണ് ആ സുവിശേഷം? പെന്തക്കോസ്ത് സഭകളുടെ വിശ്വാസധാര, അതിന്റെ ചിന്ത അനുസരിച്ച് 2 കാര്യങ്ങളിൽ പ്രധാനം ഞങ്ങൾ ഊന്നാറുണ്ട്. ഒന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, 2 പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ. ഈ 2 കാര്യങ്ങളുടെ പ്രസംഗം, ആ 2 കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത, അതിന് വലിയ ഗൗരവം കൊടുത്ത് പ്രസംഗിക്കും. സ്നാനമൊക്കെ ഉണ്ട്, പക്ഷേ പ്രധാനം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ വെളിപ്പാടിന്റെ ആവിഷ്കരണമാണ് ഈ ലേഖനത്തിലൂടെ പൗലോസ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വലിയൊരു വെളിപ്പാടിന്റെ പ്രകാശനമാണ്. എന്ന് വെച്ചാൽ ഈ അധ്യായത്തിലൊരു പേര് പറയും ബൈബിൾ പഠിക്കുന്നത്, ദ റിസറക്ഷൻ ചാപ്റ്റർ ഓഫ് ബൈബിൾ. ബൈബിളിലെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള അധ്യായം ഇങ്ങനെയാണ്. ബൈബിൾ കോളേജുകളിലൊക്കെ ഇത് പഠിച്ച് മനപ്പാഠം പറഞ്ഞ് കേൾപ്പിച്ചതിലേക്ക് ഗ്രാജുവേഷൻ കിട്ടുകയുള്ളായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. 15-ാം അധ്യായം അത് തെറ്റിക്കാനൊന്നും പറ്റില്ല, കാരണം ഇത് റിസറക്ഷൻ ചാപ്റ്ററാണ്.
പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വേദഭാഗമാണ്. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഈ വേദഭാഗത്തെ കുറിച്ച് വിശദീകരിച്ചു വന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് മർമ്മം? ഇതുവരെ മനുഷ്യരാശിക്കൊന്നും പിടികിട്ടാത്ത, തന്റെ പൂർവികരൊന്നും പറഞ്ഞിട്ടില്ലാത്ത, തന്റെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു മർമ്മം അപ്പോസ്തലന് വെളിപ്പെട്ടു. അതിന്റെ പൊരുൾ വെളിപ്പെട്ടു. അത് വെളിപ്പെടാൻ കാരണം ഒരു ചോദ്യത്തിൽ നിന്നാണ്. ചില ചോദ്യങ്ങൾ അർത്ഥവത്തായ ഉത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കും. യേശുവിന്റെ അരികിൽ ശിഷ്യന്മാർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അർത്ഥവത്തായ ഉത്തരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കരുത്തുറ്റ ഉത്തരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഉത്തരത്തിൽ അന്തർലീനമായിരിക്കുന്ന സത്യം നമ്മുടെ ചിന്തക്കൊക്കെ അപ്പുറത്ത് ആകാംക്ഷഭരിതരാക്കുന്ന ഒന്നാണ്. അപ്പോസ്തലൻ ചോദിക്കുകയാണ്. അപ്പോസ്തലനോട് ഉരുത്തിരിഞ്ഞ ചോദ്യം ഇതാണ്: ഒരുവൻ ഏത് വിധേന എങ്ങനെയുള്ള ശരീരത്തിൽ ഉയർക്കും? ഈ ചോദ്യത്തിനൊരു കാരണമുണ്ട്. ജൂതന്മാർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേര് സദൂക്യർ എന്നായിരുന്നു. സാദുസീസ്. പഴയ നിയമത്തിൽ കാണുന്ന സാദോക്ക് എന്നൊരു പുരോഹിതന്റെ പിന്തുടർച്ചക്കാരാകാം ഇവരെന്നാണ് ഒരു ധാരണ. വേറെ അറിവൊന്നും അവരെ പറ്റിയില്ല. സദൂക്യർ. ഈ സദൂക്യർ ദൈവവിശ്വാസികളാണ്. പക്ഷെ പ്രശ്നം ഇത്രേ ഉള്ളൂ, ദൈവമുണ്ട്, ആയിക്കോട്ടെ, തടസ്സമൊന്നുമില്ല. ദൈവമുണ്ടെന്ന് പറഞ്ഞ് ഈ കൊട്ടും കുരവയും പള്ളി ആർപ്പും യാഗവും പെരുന്നാളും ഒന്നും വേണ്ട, ദൈവമുണ്ടാകട്ടെ. അപ്പൊ നമ്മൾ പറയാണ്, സുഹൃത്തെ അങ്ങനല്ല, നമുക്ക് ന്യായവിധിയുണ്ട്. ഏയ് അതൊന്നുമില്ല, അങ്ങനെ ന്യായവിധിയൊന്നുമില്ല. ന്യായവിധി ഇല്ല എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, മരണാനന്തരം മനുഷ്യന് ഒരാത്മാവ് എന്നൊന്നില്ല. സദൂക്യരുടെ വിശ്വാസം. ഓക്കെ, മരണാനന്തരം ആത്മാവെന്നൊന്നും ഇല്ല. സദൂക്യരുടെ രണ്ടാമത്തെ വിശ്വാസം, ദൂതന്മാരെന്നറിയപ്പെടുന്ന ആ മാലാകമാരെന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ഒരു മാലാക വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല, അതും തെറ്റാണ്. മൂന്നാമത്തെ വിശ്വാസം, ആത്മാവില്ല, അതുകൊണ്ട് തന്നെ പുനരുദ്ധാനമില്ല. പുനരുദ്ധാനമത റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ്. അതാ ഞാൻ പുനരുദ്ധാനം എന്ന് പറയുന്നത്. മരിച്ചവൻ ഉയർക്കില്ല, മരിച്ചവനിൽ ആത്മാവില്ല, മരിച്ചവനിൽ പിന്നെ ഒന്നുമില്ല, അതോടെ തിരികെയാ. വീണ്ടും പഠിപ്പിച്ചവര്, ദൂതനെന്നറിയപ്പെടുന്ന ആത്മരൂപികളൊന്നുമില്ല. വീണ്ടും പഠിപ്പിച്ചവര്, അന്ത്യന്യായവിധിയോ സ്വർഗ നരകങ്ങളോ ഇല്ല. പണ്ട് ഇന്ത്യയിൽ ചാർവാകൻ എന്നൊരു മഹർഷി ഇതൊക്കെ പഠിപ്പിച്ചു. ചാർവാകനിസം അതാണ്. മരണാനന്തരം ഇതൊന്നുമില്ല. ഇത് പഠിപ്പിച്ച മനുഷ്യർക്കിടയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അതൊക്കെ വളരെ സംവാദപരമായി തെളിയിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരായിരുന്നു പരീശന്മാർ. സദൂക്യർക്കെതിരെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഉടക്ക, അടിയല്ലേ തീരുള്ളൂ. ഇവരുണ്ട് എന്ന് പറയുകയും ആ പ്രത്യാശ കൂടാതെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിരുന്നു പരീശന്മാർ. യേശുവിന്റെ കാലത്തെ ഗ്രൂപ്പുകൾ മനസ്സിലായില്ലേ? ഇതൊക്കെ വിജ്ഞാന ഗ്രൂപ്പുകളാണോ. പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിവുള്ള, അറിവുള്ള, പാണ്ഡിത്യമുള്ള ആളുകളുടെ ഗ്രൂപ്പാണ്. ഈ കൂടെ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ശാസ്ത്രിമാർ. ആരാ ശാസ്ത്രിമാര്? ഇംഗ്ലീഷിൽ സ്ക്രൈബ്സ്. നമ്മൾ ഈ എഴുതാൻ മക്കളെ ഫോണൊന്നും വിളിക്കാൻ പറ്റില്ല, ഇവിടെ ഞാൻ നിരോധിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാവരും ഫോണൊക്കെ ഓഫാക്കി കേട്ടിരിക്കണം. ഏകാഗ്രത പോകുന്ന ഏർപ്പാടാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഞാനിത് എല്ലാം കൊണ്ട് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി ഞാനിത് പറഞ്ഞിട്ട് അറിയാതൊരു ബെല്ലടിക്കുകയും നിങ്ങളെന്നെ കുറ്റവാളിയാക്കുകയും ചെയ്ത് അതൊരു മോശമല്ലേ? ആരോടും വഴക്ക് പറയുന്നതല്ല, എനിക്കങ്ങനൊരു ശീലമില്ല. സ്തോത്രം. അപ്പോഴേ തിരിച്ചു വരാം. ഈ ശാസ്ത്രിമാരാരാ? നമുക്കറിയാം, ആധാർ എഴുതുന്ന മനുഷ്യരുണ്ടല്ലോ, അതിൽ സ്റ്റേറ്റ് ലൈസൻസി എന്നൊക്കെ കാണും. മനസ്സിലായില്ലേ? ചുമ്മാ ഒരു കരാറൊന്നും എഴുതിയതിന് അംഗീകാരമൊന്നുമില്ല. അവർ തന്നെ എഴുതിയിട്ട് കാര്യമില്ല, അത് രജിസ്ട്രാർ എടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. അല്ല 200 രൂപ പത്രത്തെ ഞാൻ വാടക കരാർ എഴുതി കോടതി ചുരുട്ടി ദൂരോട്ടുള്ള തെളിവൊന്നുമില്ല, അനുഗ്രഹമൊന്നുമില്ല. വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക 200 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ പത്രത്തിൽ എഴുതിയാലും രജിസ്റ്റർ ചെയ്യാത്ത പേപ്പറിന് വിലയില്ല. അങ്ങ് രജിസ്ട്രാർ അറിയണം. നിങ്ങൾ പേപ്പർ മേടിച്ച് ഇവിടെ കുറിച്ചാൽ സംഗതി ആവില്ല, അവിടെ ചെല്ലണം. അപ്പോൾ ഇതാ ലൈസൻസി.
വക്കീലാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, അയാൾ ഓൾറെഡി എഴുതിയാൽ അങ്ങനെയാണ്. അതുകൊണ്ട് കോടതി കൊടുക്കണം. ഞാൻ പറഞ്ഞതേ, ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളായിരുന്നു, നല്ല നിയമജ്ഞർ, റവന്യൂ നിയമമൊക്കെ നന്നായിട്ടറിയാവുന്ന ആളുകളാണ് ശാസ്ത്രിമാർ. അന്നത്തെ റവന്യൂ, സിവിൽ, ക്രിമിനൽ എല്ലാം അറിയാം. ഇവരുടെ പണി എന്താണെന്നറിയണ്ടേ? ബൈബിളിൻ്റെ കോപ്പി എഴുതുക. ബൈബിളിൻ്റെ പകർപ്പവകാശമുള്ള കോപ്പിറൈറ്റുള്ള ആളുകളെയാണ് ശാസ്ത്രി എന്ന് പറയുന്നത്. പകർത്തി എഴുതണം. നമുക്കൊന്നും പകർത്തി എഴുതാനൊക്കെ ഇല്ല. എന്നാൽ കണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പകർത്തി എഴുതിയ വാലിയില്ല. മൃഗത്തിൻ്റെ തോലിലോ പാപ്രസിൻ്റെ ഷീറ്റിലോ ഒക്കെയാണ് എഴുതുന്നത്. ഞാനിത് ക്ലാസ് എടുത്തപ്പോൾ ഒരുതും ചോദിച്ചു, മൃഗത്തിൻ്റെ തോലിലോ എന്താ ഈ പറയുന്നത്? അവനോർത്തൊരു കാളെ വിളിച്ചു അതിൻ്റെ ദേഹത്ത് മത്തായിയുടെ സുവിശേഷം എഴുതിയിട്ട് പോയി തിന്നു, വായിക്കാൻ നേരം ഇഞ്ഞു വന്നാൽ മതി. മത്തായി എന്ന് വിളിക്കുമ്പോൾ കാളെ ഓടി വരുന്നോടെ നീ അല്ല 6-ാം അധ്യായം വാ നീ പോ. ഇങ്ങനെ അവൻ്റെ മനസ്സിലിരുന്നു അല്ലേ. മൃഗത്തിൻ്റെ തോലിൽ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ പുള്ള ചിന്ത ആടിൻ്റെ ദേഹത്തോട്ട് വിളിച്ച് യോഹന്നാൻ്റെ സുവിശേഷം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് പോയി തിന്നോ എന്ന് പറഞ്ഞ് വിടുക. അങ്ങനെയല്ല, നമ്മൾ ട്രമ്മ മാടാൻ വേണ്ടി തോലെടുക്കുന്ന പോലെ എടുത്ത് അതിലാണ് എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു കാര്യമുണ്ട്, ശാസ്ത്രി എഴുതുമ്പോൾ ഇത് ഈ ഷീറ്റ് കറക്റ്റ് അളവായിരിക്കണം, അളവ് തെറ്റാൻ പാടില്ല. വലത്തു നിറത്തോട്ടാണല്ലോ എഴുത്ത്, ഹീബ്രു എഴുത്തല്ല ഇങ്ങോട്ടാ, ഗ്രീക്കാണ് ഇങ്ങോട്ടാ. ഈ എഴുതുന്ന വേളയിൽ ഇങ്ങനെ ഒരു ലൈനിൽ 30 അക്ഷരം വരെ വരാം, താഴേക്കൊരു ലൈനിൽ 13 അക്ഷരമേ വരാവൂ. നീളം കൂടുമെന്നർത്ഥം. അത് ആ ചുരുളാക്കുന്ന അങ്ങനെ നീളം കൂടും. എന്നുവെച്ചാൽ ഇങ്ങോട്ടാണ് കൂടുതൽ, താഴോട്ട് കുറവ്. അപ്പോൾ 30 അക്ഷരം ഇങ്ങനെ, 13 അക്ഷരം താഴോട്ട്. 2 അക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെ എങ്കിലും അകലമുണ്ടാകണം, മുട്ടിക്കിടക്കാൻ പാടില്ല. ഡോക്ടർ മരുന്ന് കുറിക്കുന്ന പോലെ എഴുതിവിടാൻ പാടില്ല, അക്ഷരം മാറിക്കിടക്കണം, ടച്ച് ചെയ്യാൻ പാടില്ല. ഇനി നിയമമുണ്ട്. ഈ എഴുതാൻ തയ്യാറാക്കുന്ന മഷി പ്രത്യേകം ആചാരപൂർവ്വം തയ്യാറാക്കിയ കറുത്ത മഷിക്ക് എഴുതാവൂ. നിയമം. 3ാമത് നിയമമുണ്ട്. എഴുതുന്ന സമയത്ത് അയാൾ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥനയോടെ വേണം തിരുവെഴുത്തിൻ്റെ കോപ്പി എഴുതാൻ. മറ്റൊന്ന്, എഴുതാൻ തുടങ്ങുമ്പോൾ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേന ഒത്തിരി തുലിയ കാണും. അതിൽ പുതിയ പേന കൊണ്ട് ദൈവത്തിൻ്റെ പേരെഴുതാൻ പാടില്ല. വെർജിൻ പെന്നോർ വെർജിൻ ഇങ്ക് പാടില്ല. എഴുതി തെളിഞ്ഞവ കൊണ്ട് അദോനായ്, എലോഹീം, യാഹ്വേ എന്നൊക്കെയുള്ള പേരുകൾ, ദൈവം, സർവശക്തൻ, റിലേറ്റഡ് ടു ഗോഡ്, നെയിംസ് റിലേറ്റഡ് ടു ഗോഡ്, ഇതെല്ലാം നല്ല തഴക്കം വന്ന പേനയ്ക്കേ എഴുതാവൂ. ദൈവത്തിൻ്റെ പേരെഴുതിയ ശേഷം ആ പേന മറ്റൊന്നിനും ഉപയോഗിക്കരുത്, ഒടിച്ചു കളയണം. എഴുതുമ്പോഴുള്ള ചില ഓർത്ത് ഇത് ഒടിച്ചം കളയുക, മറ്റൊന്നും എഴുതരുത്. ഇനി എഴുതി വരും വഴിക്ക് ഇയാൾക്ക് ചിലത് മനപ്പാടം അറിയാമെന്ന് വിചാരിക്കാം. മിക്കവാറും മനപ്പാടം അറിയാം, പക്ഷേ മനപ്പാടം എഴുതരുത്. എന്താ കാര്യം? ഇപ്പം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പുള്ളിക്കറിയാം, പക്ഷേ എഴുതരുത് അങ്ങനെ. തൻ്റെ മുമ്പിൽ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്, അതിൽ നോക്കി എഴുതാവൂ, യാഹുവേ എൻ്റെ ഇടയൻ ആകുന്നു. കുത്തുണ്ടോ കോമയുണ്ടോ എല്ലാം നോക്കി സെയിം ആയിരിക്കണം. എല്ലാം തീർന്നു കഴിയുമ്പോൾ ഒരു പുതിയ പതിപ്പ് കിട്ടി എന്നല്ല പറയേണ്ടത്, നമുക്ക് നിലവിലുള്ള തിരുവെഴുത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു എന്നേ പറയാവൂ. പുതുത് പറ്റുകയില്ല. ഇതിലൊരെണ്ണം തെറ്റിപ്പോയാൽ പ്രധാനപ്പെട്ട പറഞ്ഞില്ല. ഒരു ശാസ്ത്രി തൻ്റെ പകർപ്പെഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ മുറിയിലേക്ക് രാജാവ് കയറി വന്നു എന്ന് വിചാരിക്കുക. അഭിവാദ്യം ചെയ്യാനോ അഭിവാദ്യം സ്വീകരിക്കാനോ പാടില്ല. കാരണം താൻ മഹാരാജാവിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. വേറെ ഒരു രാജാവിന് ഇവിടെ പരിഗണനയില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തെറ്റിപ്പോയാൽ ഒരു ക്രോസ് മാർക്കിട്ടു മുതിർന്ന ഒരാളിനെ കാണിച്ച് ബോധ്യപ്പെടുത്തി ഇത് സിനഗോഗിൻ്റെ പിന്നിൽ ഗനീസ എന്നറിയപ്പെടുന്ന ഒരു അലമാരയുണ്ടാകും, അതിൽ കൊണ്ടിടണം. ഇതിനുവേണ്ടി വെച്ചേക്കുന്നു.
ഇത് നിറഞ്ഞു കവിയും. കാരണം തെറ്റിപ്പോയാൽ പിന്നെ എടുക്കാൻ പാടില്ല. അവിടെ കൊണ്ടിട്ട ഗനീസായിൽ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇവ ശവം സംസ്കരിക്കുന്ന ഗൗരവത്തോടെ ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് കത്തിച്ച് ചാമ്പലാക്കി, ചാമ്പലിൽ പോലും അക്ഷരം തെളിയാത്ത വിധം പൊടിച്ച് മണ്ണിനടിയിൽ കുഴിച്ചിടണം. ഇങ്ങനെയാ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ആധാര സംഹിതകൾ നമ്മുടെ പക്കലേക്ക് എത്തിയേ. ഹല്ലേലൂയാ. ഈ പുസ്തകം വന്ന വഴിയുണ്ടോ? ഈ കക്ഷികളെ വിളിക്കുന്നത് ശാസ്ത്രിമാർ. ആരും ബഹുമാനിച്ചു പോകണം, രാജാവും മൈൻഡ് ചെയ്യുന്ന ആളാണെന്ന്. പക്ഷെ യേശു പച്ചയ്ക്ക് ഇവരെ ഒരു വിളി, വെള്ളതേച്ച ശവക്കല്ലറേ എന്നുണ്ട് ശേഷമൊക്കെ. ഓ, അങ്ങനെ വിളിക്കാനുള്ള യേശുവിൻ്റെ ആർജവം ഓർത്തേ. ഇത്രയും വിശുദ്ധനായി സമൂഹം കാണുന്നവനെയും യേശു ഉള്ളം നോക്കിയിട്ട് പറയാ, പുറം വെടിപ്പാക്കി അകം വെടിപ്പാക്കാത്ത കിണ്ടികളെ. എന്തൊരു അഡ്രസ്സാണ്. വേണ്ട ഒറ്റ പാവപ്പെട്ടവനും യേശു ഒന്നും ഉപദ്രവിച്ചില്ല. ലാസറിൻ്റെ അടുത്തും ചുങ്കം പിരിക്കുന്ന ആ മനുഷ്യൻ്റെയൊക്കെ അടുത്ത് എത്രയോ കാര്യം പറയാനുണ്ടായിരുന്നല്ലേ, ഒന്നും പറഞ്ഞില്ല. എമ്മാരെ വിട്ടുമില്ല. പരീശനെ, ശാസ്ത്രിയെ, സദൂക്യനെ കണ്ടിട്ട് അന്നാട്ടുകാർ പറയും, ഈ സദൂക്യന് ഭയങ്കര ചിന്തകര, ഭയങ്കര കഴിവാ, എന്തൊരു ജ്ഞാനോ പറയും. യേശു പറഞ്ഞു, ജ്ഞാനോ? അവൻ്റെ പുളിച്ച മാവ്. വലിയ ജ്ഞാനമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു പുളിച്ച മാവ്. എന്തൊരു പ്രയോഗം അല്ലേ? അവൻ്റെ പുളിച്ച മാവിനെ സൂക്ഷിക്കണേ. ഇങ്ങനെ പറയാനുള്ള ആർജവം യേശുവിനെ ഉള്ളൂ. കാരണം അവരിൽ അന്തർലീനമായ ജ്ഞാനത്തിന്റെ വൈഭവം അതിനുമപ്പുറത്താണ്. ഹല്ലേലൂയ. ഇവിടെ ഇത്തരം ആളുകളുമൊക്കെ ഉള്ള യഹൂദ പശ്ചാത്തലം കൊരിന്തിൽ ഇത്ര യഹൂദന്മാരുണ്ടായിരുന്നു. കൊരിന്തൊരു പ്രത്യേക സ്ഥലമാണ്, വലിയൊരു സമ്പന്നരുടെ സ്ഥലമാണ്. അതിസമ്പന്നരായ മനുഷ്യർ പാർക്കുന്ന ആ സ്ഥലത്ത് ജൂതന്മാരെ കൂടാതെ റോമക്കാരും ഗ്രീക്കുകാരും മറ്റിതര സമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യരൊക്കെ വന്ന് പാർക്കുന്ന ഒരു സങ്കര സംസ്കാരത്തിന്റെ മേഖലയാണ്. ഒരു കച്ചവട കേന്ദ്രമാണ്, വാണിജ്യ നഗരമാണ്, വലിയ സമ്പന്നർ കൂടുന്ന ഒരു ചർച്ചാണ്. അവിടെ പലവിധ ചോദ്യങ്ങൾക്കിടയിൽ സമ്പത്തിന്റെ ആധിക്യം മനുഷ്യജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന ഒരാലസ്യമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിന്റെ, പാട്ടിന്റെ, ആത്മീക സന്തോഷത്തിന്റെ ആഴങ്ങളെ വിട്ടിട്ട് ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല എന്ന ബോധത്തിലേക്ക് മനുഷ്യൻ നിപതിക്കും ചിലപ്പോഴൊക്കെ. അങ്ങനെ പോകാത്തവരുമുണ്ട്, യോബിനെ പോലുള്ള ആളുകൾ. അതുകൊണ്ട് സമ്പത്തുണ്ടാകുന്ന പാപമൊന്നുമല്ല, അനുഗ്രഹം തന്നെയാണ്, ശാപമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനോടുള്ള മനോഭാവം എന്ത് എന്നത് പ്രസക്തമാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെയോ താന്റെ പിറന്നാളിൽ അവർ ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചുവോ എന്ന ചിന്ത കൊണ്ട് അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്ന ഭക്തനായ യോബ് എത്ര വലിയ സമ്പന്നനാ. പക്ഷെ ഇവിടെ ഹൃദയം കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും ദൈവത്തെ ത്യജിച്ച ഒരുവട്ടം മനുഷ്യര് കൊരിന്തിൽ കൂടിയപ്പോൾ അവിടെ ഒരു തെറ്റായ ചില പ്രവണതകൾ ആ ചർച്ചിലുണ്ടായി. അവിടെ വലിയ സമ്പന്നൻ. അയാളുടെ ഭാര്യ വളരെ യങ്ങായിരുന്നു. ആ സ്ത്രീയെ സ്റ്റെപ്പ് വൈഫാണ് കേട്ടോ, ഓൺ മദറല്ല മറ്റവൻ്റെ. ആ സ്ത്രീയെ അയാളുടെ ഒരു മകൻ തൻ്റെ ഭാര്യയാക്കി വച്ചിരിക്കുന്നു. നമുക്കിത് കേട്ടാൽ പോലും സഹിക്കാനോ പ്രസംഗിക്കാനോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയാറുമില്ല, അതുകൊണ്ട് പറയട്ടെ. ഈ ഭീകരാവസ്ഥയിൽ ആ ചർച്ചിന്റെ സ്ഥിതി അവിടെ ചെല്ലു പറഞ്ഞു, ഇത് ഭീകരമാണ്, അത് പാടില്ല, ഇത് പ്രശ്നമാണ്. ചെല്ലു പറഞ്ഞു അത് നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല, അവരെ പാടായി. ഇവനാ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, സഭ നശിപ്പിക്കുന്ന ഇവനാ, നിലപാടില്ല, ഒരു സ്റ്റാൻഡ് അവൻ വരത്തില്ല. ആർക്കും ദോഷമില്ലാതിരിക്കാനാ ദൈവസഭ നശിച്ചോട്ടെ, അവന് പ്രശ്നമൊന്നും പറയില്ലല്ലേ. ചില വാസന്മാരും മിണ്ടൂല്ല, അതിനോടങ്ങ് അനുരൂപപ്പെടും, കൂട്ടുകൂടി നിൽക്കുക. സ്തോത്രം. പണ്ട് ഒരു കുടുംബത്ത് ഭയങ്കര പ്രശ്നമുണ്ടായി. അപ്പോൾ പാസ്റ്റർ എത്ര നോക്കിയിട്ട് ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല,
അപ്പോൾ കുടുംബവും പാസും ഒരുമിച്ച് തൊട്ടടുത്ത അപ്പീൽ കോടതിയായ സെൻട്രൽ പാഷയെ സമീപിച്ചു, അല്ലേ പ്രസ്ബിറ്ററെ വിളിച്ചു. പുള്ളി വന്ന് ഈ കാര്യമെല്ലാം പഠിച്ചു. പാഷൊക്കെ അവിടെ പറയാനും നോക്കിയല്ലോ. ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്തുവാ നിങ്ങളുടെ പ്രശ്നം? അപ്പം ഈ ഭാര്യ പറഞ്ഞു, ഈ കുടുംബത്ത് എല്ലാ പ്രശ്നത്തിനും കാരണം അച്ഛനാണ്. അച്ഛൻ ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി, ഈ കുടുംബം നന്നാവും. ഈ വന്ന ഡിസ്ട്രിക്ട് ഭാഷ പറഞ്ഞു, കുഞ്ഞു പറഞ്ഞ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയല്ല സംഭവം. ഈ വീട്ടിൽ ഞാൻ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, ഒന്നുമില്ലായ്മയില്ല, ഇതെല്ലാം കെട്ടിപ്പൊക്കി എൻ്റെ കഠിനാധ്വാനം. ഇവളീ പറയുന്ന പോലെ ഇവളീ പറയുന്ന സമയത്ത് എനിക്ക് ഉണരാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ പറ്റുന്നില്ലെന്ന് ശരിയാ, പക്ഷെ ഈ കഠിനാധ്വാനം വന്നു കഴിഞ്ഞാൽ ഉറക്കവാ. അതുകൊണ്ട് എൻ്റെ ഹൃദയം ശുദ്ധമാക്കുക അച്ഛാ. ഇതെല്ലാം കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു, കുഞ്ഞു പറഞ്ഞാൽ ശരി. തീരുമാനമില്ലാതിരുന്നപ്പോൾ പാസ് പറഞ്ഞു, ഈ പോക്ക് പോയാൽ നമ്മുടെ ഹാള് പൂട്ടിയിടേണ്ടി വരും. പാസ് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ചിലർക്ക് എല്ലാം ശരിയാണ്, അഭിപ്രായമില്ല, എല്ലാം ശരി, എല്ലാത്തിനും കോംപ്രമൈസ്. ചർച്ചിൽ ഇങ്ങനെ രൂപപ്പെട്ടു. ഈ സ്ഥിതി രൂപപ്പെട്ടപ്പോൾ ഇത് പൗലോസ് അറിഞ്ഞു. അപ്പൊ ചർച്ചിനുള്ളിൽ പലതരം വാദങ്ങൾ രൂപപ്പെട്ടിട്ട് ചിലർ പറയാൻ തുടങ്ങി. ഈ പൗലോസ് വന്ന് ഇങ്ങനെ ശാസിച്ചല്ലെങ്ങനെ നോക്കും. പൗലോസ് ഏതായാലും യേശുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആളൊന്നും അല്ലല്ലോ. പള്ളി പോട്ടെ, പത്രോസ് വല്ലതും പറഞ്ഞോ? ഇല്ല. അതാ കാര്യം, പത്രോസാണ് കറക്റ്റ്. ചെല്ലു പറഞ്ഞു, ഇവിടെ താർക്കികനായ അപ്പല്ലോസ്, സംവാദങ്ങളിൽ എതിരാളിയുടെ വായടപ്പിക്കുന്ന അപ്പല്ലോസ്, തിരുവെഴുത്തുകളിൽ വാഗ്വൈഭവമുള്ള അപ്പല്ലോസ്, അലക്സാണ്ട്രിയക്കാരനായ അപ്പല്ലോസ്, ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികൾ, പഴയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന വലിയ ലൈബ്രറിയുള്ള സ്ഥലമാണ് അലക്സാണ്ട്രിയ. അവിടെയുള്ള അപ്പല്ലോസ് ഇതിനെതിരെ പറഞ്ഞോ? ഇല്ല, ഞങ്ങൾ അപ്പല്ലോസ് പറയുന്നത് കേൾക്കൂ. ചില പറഞ്ഞ് ഞങ്ങൾ ഇതൊന്നുമല്ല, യേശു കർത്താവ് പറയുന്നല്ല, പോവാ. അങ്ങനെ ഒരു ഗ്രൂപ്പ്. ആകെ പ്രശ്നം, ആകെ വിഷയം. ചില പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പൗലോസിൻ്റെ കൂടെ ഉള്ളൂ. പൗലോസ് പറഞ്ഞു, നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം വിളിച്ചു കൂട്ടി നമുക്ക് എത്രയും പെട്ടെന്നൊരു കമ്മിറ്റി കൂടണം. പറഞ്ഞോ? ഇല്ല. പൗലോസൊക്കെ ശാസിച്ചു, മൊത്തം എണ്ണത്തിനെ ശാസിച്ചിട്ട് ചോദിച്ചു, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? അപ്പല്ലോസ് ആര്? ഹു ഈസ് പീറ്റർ? അവരാരുമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അത്രയും പ്രസക്തം. പല തട്ടിലേക്ക് കൊരിന്ത് സഭയിൽ ഗ്രൂപ്പിസം ഉടലെടുത്തപ്പോൾ ആ സഭയോട് പറയാ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾ പറയും വഴിക്കല്ല, ഞങ്ങൾ. വിഭാഗിതയുടെ ആത്മാവിനെ സഭയ്ക്കുള്ളിലൂടെ പ്രവഹിപ്പിച്ചുകൊണ്ട് പല തട്ടിൽ നമുക്ക് പലതായി നിൽക്കാം എന്ന് വെല്ലുവിളിച്ചപ്പോൾ അപ്പോസ്തലൻ പറയാ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കുന്നു. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തി. ഹല്ലേലൂയ. ഈ ചിന്തക്കൊടുവില് ഈ 1 കൊരിന്ത്യർ ലേഖനം വായിച്ചപ്പോൾ ആ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. വലിയ ചർച്ചയ്ക്കൊന്നും പോകണ്ട, നിങ്ങളെ ആ ദുഷ്ടനെ, ആ പദപ്രവചിച്ചിട്ട് കട്ടിയായിപ്പോയി, ആ കൊച്ചു പയ്യനെ പൗലോസ് വിളിക്കുക, ആ ദുഷ്ടനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു, കളഞ്ഞേക്കാൻ. അല്ല പറഞ്ഞോ? ആ പ്രിയപ്പെട്ട സഹോദരൻ, അവനെ പതുക്കെ അവിടെ നിന്ന് ഒഴിവാക്കാനല്ല പറഞ്ഞല്ലേ. ഈ വാക്കിൽ പോലും ഉണ്ട് അതിൻ്റെ ഇൻറ്റോണേഷൻ പ്രധാന, അതിൻ്റെ ഫോഴ്സ് പ്രധാന അല്ലേ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്. പൊതുവേ ഈ മൂത്ത കൊച്ചായിരുന്നു കുസൃതി, ചെറിയ പിള്ളേരൊന്നും കുഴപ്പമില്ല. നമ്മളിവരോട് കുഞ്ഞെ അടങ്ങിയിരിന്ന് പറയുമ്പോൾ ഈ ടോണ് കേൾക്കുമ്പോൾ അവർക്കറിയാം പപ്പാടെ ഗൗരവത്തുണ്ട്. കുഞ്ഞെ അടങ്ങിയതേ, കുഞ്ഞേ സൗണ്ട് കൂടുന്നതിനനുസരിച്ച് അനുസരണം കൂടിക്കൊണ്ടിരിക്കും അല്ലേ. സീരിയസ്നെസ് അങ്ങനെ പിള്ളേർ മനസ്സിലാക്കുന്നത്. ആ വിളിയുടെ ഗൗരവത്തിലാണ് ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ഒരു സന്ദേശം പ്രവഹിക്കുന്നതിലൂടെ ആ ദുഷ്ടനെ നീക്കിക്കളയാൻ പറഞ്ഞപ്പോൾ ഓർത്തോണം, ഇവൻ പ്രധാനിയുടെ മകനാ. ഇവൻ ആ ചർച്ചിന്റെ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാ, അവിടുത്തെ പലവിധ കാര്യങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനാ. അവനങ്കള
പക്ഷെ അവിടെ ഒരു നന്മയുണ്ടായി കേട്ടോ. തുറന്ന ശാസനയ്ക്ക് ഒരു ഗുണമുണ്ടായി. എന്താണെന്നറിയണ്ടേ? ആ പയ്യനെ പുറത്താക്കി. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ്റെ ശൂന്യത മനസ്സിലായത്. നമ്മളൊക്കെ പറയും ഇതിനകത്ത് കാര്യമില്ല. പുറത്തു പോയി ഒറ്റപ്പെട്ടവൻ്റെ വേദനയാണ് ആ ശൂന്യത. നമ്മൾ മനസ്സിലാക്കും. നിങ്ങളൊരു പിന്മാറ്റക്കാരനെ പഠിക്ക്. ഒരു ചൈതന്യമില്ല, ഒരു സന്തോഷമില്ല, ഒരാനന്ദമില്ല. ഞാനിങ്ങനെ കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കൂടെ ത്യാഗസഹിച്ച് ദൈവവേലയിൽ പ്രവർത്തിച്ച ചില മനുഷ്യരൊക്കെ അപൂർവം ഒരു പയ്യൻ പിന്മാറിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം പരസ്യത്തിന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പണ്ട് കണ്ട സന്തോഷത്തോടെ ഓടിയെടുക്കുമ്പോൾ അവൻ പറഞ്ഞ അയ്യോ തൊടല്, ഞാൻ അശുദ്ധനാണ്. പൊട്ടിക്കരയും അവിടെ നമ്മൾ. എന്തെല്ലാം ജീവിതത്തിലും നേടിയാലും യേശുവിനെ നിരസിച്ച ആ ഹൃദയം കലുഷിതമാണ്. നമ്മുടെയൊക്കെ ചെറിയ സന്തോഷം യേശു ഹൃദയത്തിലുള്ളതാണ്. കഷ്ടപ്പാടുകളും ത്യാഗം സഹിക്കുമ്പോഴും ഭക്തനൊരു ആനന്ദമുണ്ട് ഉള്ളിൽ, അനിർവചനീയമായൊരു ആനന്ദം. അത് പകരം വെക്കാനില്ലാത്തതാണ്. നഷ്ടങ്ങൾ വരുമ്പോഴും കരുത്തോടെ നിൽക്കുന്നത് കൊണ്ടാ? യേശു കൂടെ ഉള്ളത് കൊണ്ടാണ്, കർത്തൃ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇവൻ പുറത്തുപോയി. അവനോർത്തു കുറേ പേര് കൂടെ കൂടും, വിപ്ലവം നടത്താം, ചർച്ചിനുള്ളിൽ കിടക്കാം. ആകെ പ്രശ്നം. ഞങ്ങളുടെ ഒരു കൂടെ പ്രവർത്തിച്ചൊരു സഹോദരനെ പറഞ്ഞൊഴിവാക്കേണ്ടി വന്നു. ഇതിങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, പുറത്താക്കേണ്ടി വന്നു. ഇയാൾ നേരെ പോയി രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അത് തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവരുടെ ഈ സംഘടന പുറത്താക്കി ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു അവരെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. ഭാവിച്ചാൻ അറിയാൻ കാര്യങ്ങൾ, ചരിത്രം നമുക്കറിയാം. ഇവരെ ആദ്യം എടുക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞതിന് ഡിസിപ്ലിനുണ്ട്, ഇതിനൊരു രീതിയുണ്ടല്ലേ. അതിങ്ങനെയുള്ള ശുപാർശയൊന്നും എടുക്കുകയല്ല. എല്ലാ ബഹുമാനവും നിങ്ങളോടുണ്ട്. പക്ഷെ ഇതിന് പോകേണ്ട ഒരു രീതിയുണ്ടല്ലേ. ഇതൊരു സിസ്റ്റമുണ്ട്. നിങ്ങളുടെ സജഷൻ പറഞ്ഞാൽ ഓക്കെ, നമുക്ക് പരിഗണിക്കാം. ആ കമാൻഡ് ഇടാൻ നോക്കിയല്ല. ഇത് സിസ്റ്റം വേറെയാ, വകുപ്പ് വേറെയാണ്. എന്തിനാണ് ഒരാളുടെ പേരിൽ നടപടി? അവനെ കളയാനൊന്നുമല്ല, ജയിലിലേക്ക് പോലും ഒരുത്തന്നെ വിടുന്നതിനാ, കൊള്ളാവുന്നതിനായി തിരിച്ചു വരാൻ വേണ്ടിയാണ്. അവൻ അതിലും വലിയ അക്രമം അവിടെ പോയി പഠിക്കും, അത് വേറെ കാര്യമാണ് അല്ലേ. അതൊക്കെ വായിച്ച് അവനെ അങ്ങോട്ട് കയറ്റിവിടുന്നു. നിന്റെ കുറ്റം ഇന്നതാണെന്നും തിരിച്ചിറങ്ങുമ്പോൾ രാജ്യത്തിന് കൊള്ളാവുന്ന ഒരാളായിട്ട് വരണമെന്നും ഒക്കെ പറഞ്ഞാണ് വിടുന്നത്. എന്നിട്ട് ഇവനെ കാണാൻ വരുന്നവരെ കൊണ്ട് പോലീസുകാർ കള്ള് മേടിച്ച് കുടിക്കും, അത് വേറെ കാര്യം. നമ്മുടെ ജോസഫ് മാഷിൻ്റെ അനുഭവം കേട്ടാൽ മനസ്സിലാവും. കൈവെട്ടി ജോസഫ് മാഷിൻ്റെ അനുഭവങ്ങൾ കേൾക്കണം. എങ്ങനെയൊക്കെയാണ് വാൾഗറായിട്ട് പോലീസിൽ ഇടപെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനായി പറഞ്ഞു വെച്ചേ? നന്നാകാനുള്ള സൗകര്യമാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ തിന്മയിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ അച്ചടക്ക നടപടികൾ ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്താനാണ്. പണ്ടൊക്കെ ഉണ്ട് 6 മാസത്തേക്ക് സാക്ഷി പറയണ്ട കേട്ടോ ബ്രദർ. അവൻ അനുസരണത്തോടാ കേൾക്കുന്നത്. അവനോട് ആർക്കും പകയില്ല. സാക്ഷി പറയാതിരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ എല്ലാം വിഷമം കൂടുക. അങ്ങനെയായിരുന്നു പണ്ട് അല്ലേ? അല്ലെ മുതിർന്ന വ്യാസന്മാരോട് ചോദിക്കുക, സാക്ഷി പറയേണ്ട 6 മാസം. മനസ്സിലായി? ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതിർപ്പില്ല. കേട്ടിരുന്നിട്ട് അവസാനം പ്രശ്നമാണ്. ഈ മനുഷ്യൻ സാക്ഷി പറയാതിരുന്നിരുന്ന് ഒരു 5 മാസമൊക്കെ ആകുമ്പോൾ പാസ് പറയും, നമ്മുടെ ഇന്നാളെ നമ്മൾ മുടക്കി. അച്ചടക്കത്തോടെ പുള്ളിയെ കേട്ടു അനുസരിച്ചു ഇരുന്നു. നമുക്കതങ്ങ് റദ്ദ് ചെയ്ത് അടുത്ത ആഴ്ചയിൽ പരിഹരിച്ചാൽ എങ്ങനെയാ? സഭ ഒറ്റക്കെട്ടായിട്ട് പറയും അത് വേണം. അന്നേരം ഒരു കരച്ചില്ല, പൊട്ടിക്കരഞ്ഞ് അദ്ദേഹം മടങ്ങി വരുന്നില്ലേ. പിണക്കൊന്നുമില്ല. ഇപ്പോഴേ ഇതൊക്കെ മാറി, സഭാ സംവിധാനം പതുക്കെ മാറി, മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരണം നമുക്ക്. ഇനി തെറ്റിദ്ധാരണ കൊണ്ട് ആക്ഷൻ എടുത്താലും അംഗീകരിക്കാൻ പഠിക്കണം അല്ലേ. അത് അച്ചടക്കം. സ്തോത്രം. തെറ്റിദ്ധരിച്ചിരിക്കാം, ആക്ഷൻ എടുത്തു. തെറ്റിദ്ധരിച്ച് ആക്ഷൻ എടുത്താൽ ആ അച്ചടക്കങ്ങളുടെ കാലം കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ജ്വലനത്തോടെയാ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. പ്രൈസലോ. അതിന് കേസിന് പോയാൽ ശരിയാവില്ല, വളഞ്ഞ വഴി പോയാൽ ശരിയാവില്ല. ഒടുക്കം ഇവൻ പുറത്തിറങ്ങി, ആരുമില്ല, സന്തോഷമില്ല. അകത്ത് കേൾക്കുന്ന പാട്ടിൻ്റെയും ആത്മനിറവിൻ്റെയും പ്രവചനത്തിൻ്റെയും ദൂതിൻ്റെയും ശബ്ദം പുറത്തവൻ്റെ മനസ്സിൽ വലിയ വേദന ജനിപ്പിച്ചു.
അവന്റെ ഉള്ളം നീറി വിങ്ങി പൊട്ടാൻ തുടങ്ങി. അവൻ തിരികെ വന്നിട്ട് പറഞ്ഞു, ഞാനെല്ലാം ഉപേക്ഷിക്കുക. എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ? പൗലോസിനെ ബന്ധപ്പെട്ട പൗലോസ് അവനെ ചേർത്തുകൊണ്ടാൻ പറഞ്ഞിട്ട് പറയാ, നമ്മളെല്ലാം ചേർന്ന് അവന് കൊടുത്ത ഈ ശിക്ഷ മതി. ഹല്ലേലൂയ. അണിങ്ങി വരട്ടെ. അടുത്ത ലേഖനത്തിൽ കൊരിന്തിലെ വിശുദ്ധന്മാരെ എന്ന് വിളിക്കുമ്പോൾ എവനുണ്ടതിൽ. ഈ രാത്രി ഏത് പാപിക്കും മടങ്ങി വരാൻ മാത്രമല്ല പിന്മാറ്റക്കാരനും തിരികെ വരാൻ കഴിയത്തക്ക വിധം സ്നേഹത്തിന്റെ കടലാണ് യേശു. അവന് പകയില്ല, വിദ്വേഷമില്ല. ഇന്നും അവൻ വിളിച്ചുകൊണ്ടിരിക്കുക മടങ്ങി വരാൻ. ഏതൊരാൾക്കും മടങ്ങി വരാം. ഇരട്ടിക്കരുത്തോടെ ഇരട്ടി ശക്തിയോടെ യേശുവിന്റെ പൈതലാകാം. പക വെച്ചുകൊണ്ടിരിക്കാത്ത നല്ല സ്നേഹിതൻ യേശുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഈ ചർച്ചിൽ പൗലോസിനെ ചോദ്യം ചെയ്തു ചിലർ. ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം, ഈ പൗലോസ് ഇത്ര ആവേശത്തോടെ ഈ മറ്റുള്ളവരെ പോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ നോക്കുന്നേ? കാരണം പൗലോസിനെതിരെ ഒരു ഗ്രൂപ്പ് അങ്ങ് ശക്തിപ്പെട്ടു. പൗലോസിന് പേടിയൊന്നുമില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് കൂടെ നിൽക്കുന്നുള്ള ബലമല്ല, ഉയരത്തിലെ നിയോഗമാണ് അപ്പോസ്തലന്റെ ശക്തി. തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ എവിടെ ഒറ്റപ്പെട്ടാലും ഭക്തനൊരു ബലമുണ്ട്. ഭക്തൻ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടും. അത് ദൈവകൃപയുടെ മാത്രം പ്രത്യേകതയാണ്. ആരും എതിർക്കട്ടെ. ഞങ്ങൾക്കൊക്കെ എത്ര എതിർപ്പ്, എത്ര പ്രശ്നം. പേടിയൊന്നുമില്ല. എൻ്റെ കാരണം എന്താ? നമ്മുടെ ഇതെന്നെ എപ്പോഴും ദാവീദ് ചിന്തിപ്പിക്കുന്നൊരു ക്യാരക്ടറാണ്. ചിലപ്പോൾ പറയല്ലേ, പാസ്റ്റർ ദാവീദിൻ്റെ കഥ പറഞ്ഞ് നേരം കളഞ്ഞു എന്ന് പറയല്ലേ. കുഞ്ഞേ, ദാവീദിന് കഥയില്ല, എല്ലാ സംഭവമാണ്. ചില പഴയ നിയമ വിരുദ്ധരുണ്ട് സഭയിലല്ലേ. ദാവീദിൻ്റെ കഥയല്ല, ദൈവം നടത്തിയ വഴികളാ. വരാനിരിക്കുന്ന ക്രിസ്തുവിനെ മുൻകൂട്ടി കണ്ണാ ദാവീദിൻ്റെ കണ്ണ്. തൻ്റെ 28ാം തലമുറയിലെ കൊച്ചുമകനെ ദാവീദ് വിളിച്ചെങ്ങനാ? കർത്താവേന്ന്. ആ വലിയ മനുഷ്യനെപ്പറ്റി നമ്മൾ കഥയാന്ന് പറയില്ലേ. ദാവീദിൻ്റെ പ്രശ്നം പറയാ. 2 കാര്യങ്ങൾ, ഒരു പുരുഷന് ചേരാത്ത 2 കാര്യങ്ങൾ അയാൾ ഉണ്ടായിരുന്നു. ഒന്ന്, ആരാധിച്ച വേളയിൽ തൻ്റെ ഭാര്യയും മറ്റാർക്കും ഇഷ്ടമില്ലെങ്കിലും ചാടി അങ്ങ് ആരാധിക്കുക. പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായില്ല? അച്ഛൻ ആ ചാട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മാനം മര്യാദയ്ക്കുള്ള ആത്മാവ് മതി, പക്വതയോടുള്ള ആരാധന മതി. ഇതാ മീകൾ ചിന്തിച്ചല്ലേ. ദാവീദ് ഇങ്ങനെ ചാടി ദൈവത്തിൻ്റെ പട്ടത്തിൻ്റെ നൃത്തം ചെയ്യുമ്പോൾ മീകൾ പരിഹസിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു കാണും, ഇടീ ഞാനിങ്ങനെ ചാടിച്ചാടിയാ ഇവിടെ വരെ വന്ന് കാട്ടിലുള്ള എണ്ണ ഞാൻ ഇവിടെ വരെ വരാൻ കാരണം ഇങ്ങനെ ചാടിയതാ. ചാടി വന്ന സന്തോഷം കൊണ്ട് ചാടിയതാ. രണ്ടാമത്തെ കാര്യം, ഒരു പുരുഷന് ചേരാത്ത അടുത്തൊരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? കാലത്തും മധ്യാഹ്നത്തും സന്ധിക്കും ഏത് നേരത്തും ഞാൻ കരയും. ഒരു പുരുഷന് കരയുക എന്ന് പറഞ്ഞ പാടാണേ. അമ്മ മരിച്ചാൽ പോലും കരയാൻ പ്രയാസമുള്ള ഒരു ജനസ നമ്മുടെ അല്ലേ. കാരണം പുരുഷൻ കരഞ്ഞാൽ ബാക്കിയുള്ളവരും കരയും. അതതിലെ പ്രശ്നം. സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് പുരുഷൻ പോകുന്നത്. അങ്ങനെയാ. എങ്ങു നിന്നും ഒരു പരിഗണനയും പ്രതിഫലവും കിട്ടാത്ത ഒരു പദവിയാ ഒരച്ഛനായിരിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പറയാം, മക്കൾ ഈ കഷ്ടപ്പാടൊന്നും അറിയുന്നില്ലെന്ന്. ആരും അറിയില്ല. ആരോട് പറയാൻ? ആരറിയാൻ അല്ലേ? മക്കൾക്ക് മനസ്സിലാകുമ്പോഴാ ഇവനൊരച്ഛനാകുമ്പോഴേ ആ കഷ്ടപ്പാടറിയൂ അല്ലേ. ചിലപ്പോഴൊക്കെ സൗകര്യമാരും അമ്മമാരൊക്കെ പറയില്ലേ, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവരനുഭവിച്ച വേദന നമ്മളോട് പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നാ. അന്ന് പുരുഷനും അനുഭവിച്ച ഒരു വേദന അറിയാം എന്താണ്. സൈക്കോളജിക്കലാ അത്. എന്താണെന്നറിയണ്ടേ? തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ സ്ത്രീ ഈ റൂമിലേക്ക് കിടക്കുമ്പോൾ പുരുഷൻ അവിടേക്ക് പ്രവേശനമില്ല, ക്ലോസ്ഡ്. അയാളുടെ ഉള്ളിൽ മുഴുവൻ തീ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അവരെ മാറ്റിയിരുത്തി കൗൺസിലിങ്ങാണ്. നമ്മൾ ബ്ലഡിന് അയാളെ ഓടിക്കുന്നത്. ഇത് പോയി മേടിച്ചിട്ട് വാ. അടിച്ചവൻ്റെയൊക്കെ ചെവുക്കുറ്റി പോയി കണ്ട. മനസ്സിലായില്ലേ? ഇത് പോയി മേടിച്ചുകൊണ്ടാണ് ഓടിക്കുക അവനെ. ഇത് മാറ്റിയിരുത്തി കൗൺസിലിംഗ് നടത്തുക. കുഴപ്പമില്ല കേട്ടോ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, ഇതൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തുക. ഇവന് ടെൻഷൻ. ഭാര്യ അതിജീവിച്ചോ? കുഞ്ഞിന് പ്രാണനുണ്ടോ? ടെൻഷൻ, അതീവ വേദനയാണ്. ഇത് പ്രശ്നമില്ല. എന്താണെന്നറിയണ്ടേ? പ്രകൃതിദത്ത.
ഇത്രയും വലിയ വേദന അപ്പനും അമ്മയും അനുഭവിക്കാൻ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണമുണ്ടേ. ഒരു കുഞ്ഞു ജനിച്ചപ്പോഴാ ഒരമ്മ ജനിച്ചത്. കുഞ്ഞും അമ്മയും കൂടെ ഒരുമിച്ചാണ് ജനിച്ചതെന്നറിയോ? അതുവരെ അവൾ വെറും പെണ്ണായിരുന്നു, ഇപ്പോഴവൾ അമ്മയായത്. രണ്ടുപേരും ഒരുമിച്ച് ജനിച്ചു. ഒറ്റ ഡെലിവറി കഴിഞ്ഞപ്പോൾ അമ്മയും കുഞ്ഞും കൂടെ ജനിച്ചേ. അതുവരെ അവൾ അമ്മയല്ല. ആ ഡെലിവറിയുടെ സമയത്താ അച്ഛനും ജനിച്ചേ. അമ്മ ജനിച്ചു, അച്ഛൻ ജനിച്ചു. അന്നാ ഒരു മുത്തശ്ശൻ ജനിച്ചേ, ഒരു മുത്തശ്ശി ജനിച്ചേ, ഒരു മാതുലൻ, ഒരാൻറ്റി, ഒരപ്പാപ്പി, എത്ര എത്ര പേരാന്ന് ജനിച്ചെന്നറിയണ്ടേ? ആ വേദന മുഴുവൻ രണ്ടുപേരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മനസ്സിലായില്ലേ? അതാ പുരുഷനും സ്ത്രീ അനുഭവിച്ച വേദന. മക്കൾക്ക് മനസ്സിലാകുമോ? ആ, അതിനാ പറഞ്ഞേ അപ്പനെ അമ്മയും നിനക്ക് ദീർഘായുസുണ്ടാകാൻ. ആ, അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ഹല്ലേലൂയ. ഞാൻ കല്യാണം നടത്തുമ്പോഴൊക്കെ പറയും, തള്ളയെന്നൊന്നും വിളിക്കാൻ പാടില്ല. ഇതൊക്കെ പിള്ളേരോട് പറഞ്ഞ ആര് വിളിക്കുമോയെന്ന് എനിക്കറിയില്ല. എനിക്കിത് പറയാനുള്ള ആർജവം. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അമ്മയെ അങ്ങനെ വിളിച്ചിട്ടില്ല, അപ്പനെയും വിളിച്ചിട്ടില്ല. ജീവിതത്തിലൊരിക്കലും. സ്തോത്രം. ഇന്ന് തിരുത്താനുള്ള അവസരമുണ്ട് കേട്ടോ. തള്ളയെന്ന് വിളിക്കില്ല, പപ്പാന്ന് വിളിക്കുന്ന അങ്ങനെ വിളിക്കാവൂ. ഏത് വിയോജിപ്പും അങ്ങനെ വിളിച്ചു പറ. സ്തോത്രം. അപ്പോഴേ പുരുഷന് കരയാൻ വയ്യ. അതായത് പറയാ, കാലത്തും മധ്യാഹ്നത്തും സന്ധ്യക്കേത് നേരത്തും ഞാൻ കരയും. സ്വന്തം മകൻ ഓടിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവും. അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടും. മൊത്തത്തിൽ വീട്ടിൽ കണ്ട കഴിവ് കെട്ടൊരു മനുഷ്യൻ അല്ലേ? ഇതേ പുള്ളി ശത്രു വരുമ്പം രീതി മാറിയിട്ട് പറയാ, കാര്യം ഞാനിങ്ങനെയൊക്കെയാണേ. മോൻ്റെ മുമ്പിൽ നിന്ന് ഓടും. മീകൾ കണ്ണുരുട്ടുമ്പോൾ വിഷമിക്കും. അമ്മാവിയപ്പം കൊല്ലാൻ വരുമ്പോൾ കരയും. പക്ഷെ ഒരു സൈന്യം എൻ്റെ നേരെ വാളയമിറങ്ങിയാൽ, രാത്രി വചനം കേൾക്കുമ്പോൾ ഓർക്കണം, ഭക്തന്റെ ബലം ആയുധത്തിന്റെ ബലമല്ല, കഴിച്ച ഭക്ഷണത്തിന്റെ ബലമല്ല, ഏത് കുടുംബത്തിൽ പിറന്നു പൈതൃകമല്ല. ഭക്തന്റെ ബലം അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണെങ്കിൽ കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്ക് വരുന്ന് കരഞ്ഞ് അവൻ പ്രാപിച്ചെടുത്ത കൃപ കൊണ്ട് നിന്നാൽ ഞാൻ പടക്കുട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ഹല്ലേലൂയ. പൗലോസ് ഒറ്റയ്ക്ക്, ആരും കൂടെയില്ല, ഭാര്യയും മക്കളും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ അല്ലേ? അദ്ദേഹം വിമർശിച്ചു സഭ. ഇദ്ദേഹം ഇത്ര കർശനമായിട്ട് പറയാം. അങ്ങനെ ഇരിക്കെ പൗലോസ് കൊടുക്കുന്നതാണ് നമ്മുടെ 2 കൊരിന്ത്യർ 11 അധ്യായം വായിച്ചാൽ മനസ്സിലാവും. 23 ഇപ്പോൾ വായിക്കണ്ട, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. എന്താ തന്നെയുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നെന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചെയ്തു. അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞ് ഈ ലേഖന സഭയിൽ കിട്ടി. ഈ ചുരുൾ നിവർത്തി അങ്ങോട്ട് വായിക്കുമ്പോൾ എതിർകക്ഷികളിൽ ഒരാൾ എഴുന്നേറ്റു. നിർത്ത് എന്നെ ഇടർത്തിക്ക്. ഞാനൊരിക്കലൊരു സഭയിൽ ഞങ്ങളുടെ സാറിന് പകരം ഒരു 3 മാസം ശുശ്രൂഷിക്കാൻ വിട്ടു. അവിടെ ഒരു അച്ചാനുണ്ട്, സർവത്തിനും കാരണഭൂതനും. ഈ വേല ഞാൻ അങ്ങനെ കൊണ്ടു കിടക്കുന്ന പോകുന്ന അച്ഛന്മാരുണ്ടല്ലോ മിക്കവാറും. 60 തുലാത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടാന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? 60 തുലാം അന്ന് രക്ഷിക്കപ്പെട്ട പുള്ളി ഇവിടെ ഇരിക്കുക. പുള്ളിക്ക് ഒരു വഴിയുണ്ട്. ഈ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കണക്ഷനും കൂടെ ഒറ്റ സ്വിച്ചേ കൊടുത്തേക്കുക. ഇതങ്ങോട്ട് ഇവിടെ ലൈറ്റും ബൾബും ഇതെല്ലാം നിന്ന് കറങ്ങും. ആരും തിരുത്തുകയല്ല. അവസാനം ഈ കറണ്ട് ചാർജ് കൂടുമെന്ന് അറിഞ്ഞുകൊണ്ട് ആശാൻ ഇത് മൊത്തം അങ്ങ് നിർത്തി. മനുഷ്യൻ വന്ന് സഭയ്ക്കകത്ത് ഉരുകിയിരിക്കുന്ന രംഗം നിർത്തി. ഇപ്പം എന്നോട് പറഞ്ഞു, ഇടരുത്, ആകെ പ്രശ്നമാണ്. വലിയ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഉള്ള കുടുംബമാണ്, നിസ്സാരമല്ല. ഞാനടുത്ത ആഴ്ച ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ടോ ഇത് മൊത്തം അങ്ങ് അഴിച്ചു. ഓരോ കണക്ഷനും മാറ്റി കൊടുത്തു. മാറ്റി കൊടുത്തിട്ട് ആവശ്യമുള്ളവരൊക്കെ ഫാൻ ഇട്ടോളാൻ പറഞ്ഞു. ഫാൻ ഇട്ടിരിക്കും. വച്ചാൽ വന്നിട്ട് ചോദിച്ചു, ആരായിട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞതിപ്പോൾ മനുഷ്യൻ്റെ ശരീരം ചൂടാകുമ്പോൾ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? അതൊരു സാമാന്യ ബുദ്ധി മതി, കോമൺ സെൻസ് മതി, ഇടുമെന്ന് പറഞ്ഞു. വേണ്ടാത്തൊരൊക്കെ ഓഫായിക്കൊള്ളു, പേടിച്ചെല്ലാവരും അങ്ങ് ഓഫാക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് അതിലൊരു ഫാൻ വേണം, അതവിടെ കറങ്ങും. ഇവിടെ പറ്റിയല്ലെന്നുള്ളു.
ഞാൻ ഫാൻ ഇട്ടത് ഞാനാണ്, അതവിടെ കറങ്ങും. അന്നത്തേക്ക് ഒരു ബോധമായി, ഇന്നാണ് പറയത്തില്ല കേട്ടോ. ഫാൻ ഇട്ടത് ഞാനാണ്, അവിടെ കറങ്ങും. അല്ലാതെ അതൊന്നും അച്ഛാ മേലല്ലേ ഫാൻ ഉപയോഗിക്കേണ്ടി വരികയല്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് സങ്കീർത്തനം വായിക്കണം, എങ്ങനെ പ്രബോധിപ്പിക്കണം, ഇതെല്ലാം അങ്ങനെ തീരുമാനിക്കും. ഇതിനകത്തൊരു വാക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ അവിടെ വലിയ പൂരമാണ്. ഞാൻ 3 മാസം എന്നുള്ളത് 1 വർഷം ഇരുന്നു. നല്ല സ്നേഹബന്ധത്തില്ല പിന്നെ പിരിയുന്നത്. അല്ല, പുള്ളിയെ കീഴടക്കുന്നൊന്നുമല്ല, വചനം പ്രസംഗിച്ച് രീതിയെല്ലാം അങ്ങ് മാറ്റി, അഹംഭാവമൊക്കെ അങ്ങ് മാറി, കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാണ് യാത്ര അയക്കുന്നത്. ചില മനുഷ്യരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിബല്യസ് ആക്കി അങ്ങനെ നിർത്തരുത്, എന്നേക്കും എതിരാക്കി നിർത്തലേ. അയാൾ 100 ഗുണം കാണുന്നേ. അപ്പൊ ചർച്ചിനുള്ളിൽ ഒരുത്തിന് എണീറ്റോട് പറയാ, ഇപ്പൊ വായിച്ച ഭാഗം നിർത്തിക്ക്. പാവത്താൻ നിർത്തി. എന്താ വായിച്ചത്? ഞാൻ കർത്താവെന്ന് പ്രാപിച്ചു, സമ്മതിച്ചു. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ന്യായമായ ചോദ്യം, ഈ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നിങ്ങൾ പറയുന്ന പൗലോസ് എവിടെ? ഇതൊക്കെ ഇങ്ങനെ എഴുതാൻ അദ്ദേഹം കണ്ടോ? അത് കണ്ടില്ല. മാത്രല്ല, ഒരു കാര്യം ഞങ്ങൾ പറയാം, അങ്ങനെ അവിടെ ഇല്ല. ശരിയാണോ? ശരിയാ. അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം അതിന് പുറത്ത്, അദ്ദേഹം അതിനെതിരെ. കണ്ട 12 പേരിൽ ചിലർ മരിച്ചെങ്കിലും ബാക്കിയുള്ളവർ ജീവിച്ചിരിപ്പുണ്ട്. കണ്ട 12 പേരും പറയാത്തത് കാണാത്ത ഇദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ? വിശ്വസിക്കണോ? ഇത് കാരണം പൗലോസേ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇത് തന്നെയാ എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ തെളിവ്. ഞാൻ അപ്പോസ്തലനല്ലയോ? ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലയോ? എന്റെ അപ്പോസ്തലത്തിന്റെ തെളിവല്ലേ ഈ പാപികളായ നിങ്ങൾ പാപരഹിതമായ ജീവിതം വിട്ട് സ്നാനത്താൽ യേശുവിനോട് ചേർന്നത്? എന്നിട്ട് പൗലോസ് വെളിപ്പെടുത്തുക, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ അവിടെ ഇല്ല. ആ രാത്രി ആ അപ്പത്തിന്റെ ഓഹരി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ പഞ്ചായത്തിലില്ല. കണ്ട 12 പേരിൽ ചിലർ മരിച്ചിരിക്കാം, ഒരു 10 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്. കുറഞ്ഞ പക്ഷേ 8 പേരെങ്കിലും ഉണ്ട്. അത് കണ്ട ജീവിച്ചിരിക്കുന്ന ഏതൊരാളെയും നിങ്ങൾക്ക് വിളിക്കാം. കണ്ടവൻ എന്തു പറയും? അതിലും ആത്മാർത്ഥമായി ഞാൻ പറയാം, അന്ന് രാത്രി എന്ത് നടന്നെന്ന്. കാണാത്ത ഞാൻ കണ്ടവനെ പോലെ കൃത്യം ആ രാത്രിയെ കുറിച്ച് പറയാൻ എന്റെ ആധികാരികത കാരണം മറ്റൊന്നുമല്ല, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചു. ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത് കൊണ്ട് അതിൽ തെറ്റില്ല. 3.5 കൊല്ലത്തെ മരുഭൂമിയിലെ എന്റെ ഏകാന്ത ധ്യാനത്തിൽ എന്റെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങി വന്ന 100 കണക്കിന് വെളിപ്പാടുകളിൽ ഒന്ന് ആ രാത്രിയായിരുന്നു. മാനവ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച, സമൂലം പരിഷ്കരിച്ച, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് കാരണഭൂതനായി യേശു ക്രൂശിൽ മരിക്കാൻ തയ്യാറെടുക്കുന്ന തലേന്ന് രാത്രിയായിരുന്നു. ആ രാത്രിയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പഠിച്ചുള്ള അറിവല്ല, പാദപീഠത്തിലിരുന്ന് ആസ്വദിച്ചറിഞ്ഞു ആ രാത്രി എന്ത് നടന്നു. ഇങ്ങനെയുള്ള പൗലോസ് സുപ്രധാനമായൊരു മാർമിക സത്യം പറയാം. അത് പുനരുദ്ധാനത്തെ പറ്റിയ. ആ പുനരുദ്ധാനം എന്താ? സദൂക്യർ ചോദിക്കുന്നു, മരിച്ചവൻ എങ്ങനെ ഉയർക്കും? മരിച്ച ഒരാൾ എങ്ങനെയാണ് ഉയർക്കുക? കേൾക്കണം. ഒരു ഡിസോർഡർ ഓർഡർ ആകണം. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു ക്രമരഹിതമായ വസ്തു ക്രമത്തിലേക്ക് അടുക്കാൻ മറ്റൊരു ഓർഡർ വന്നെങ്കിലേ ഇത് ഓർഡർ ആകത്തുള്ളൂ. പിടിയിട്ടില്ല. വ്യക്തമാക്കാം. ചെതറിക്കിടക്കുന്ന കുറേ പേപ്പർ തുണ്ടുകൾ. അത് ഞാനൊരു അനുഭവ കഥയിൽ നിന്ന് ആരംഭിക്കാം. എൻ്റെ മോളൊരു കൊച്ചുകുട്ടിയായിരിക്കേ ഭയങ്കര ശല്യമാണ്. നമ്മളെ വായിക്കാനും പഠിക്കാനും സമ്മതിക്കില്ല. 3 വയസ്സേ വന്നിട്ടുള്ളൂ. 3.5 വയസ്സുണ്ട്. അപ്പം ഞാൻ കോട്ടയത്തു നിന്ന് പോയെന്ന വഴിക്ക് ഒരു വഴിയിൽ ഒരു മനുഷ്യനിരുന്നൊരു സാധനം വിൽക്കുന്നു. ഒരു പൂവടവ. ഇതിങ്ങനെ നമ്മൾ കുടഞ്ഞു കഴിയുമ്പോൾ അങ്ങ് ചെതറി പല വഴിക്കാവും. നമ്മളതെടുത്ത്
ഈ ഭൂപടം ഇങ്ങനെ കറക്റ്റാക്കി വെക്കണം. ശരി, പ്രയാസമാണ് അല്ലേ? നമ്മളടുത്ത് ഓസ്ട്രേലിയ, ഇന്ത്യ എല്ലാം അതാത് സ്ഥലത്തെടുത്ത് കൃത്യം വെച്ച് കഴിയുമ്പോൾ ഭൂപടം കിട്ടും. അതിനൊരു ചിത്രം കൂടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അതേ നോക്കി ചെയ്താൽ മതി. ആ എഡ്ജൊക്കെ നോക്കി കൃത്യം വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഭൂപടമാവും. ഞാനിത് ഒരെണ്ണം മേടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, പപ്പ വായിക്കുമ്പോൾ നീ ഇത് ചെയ്തേച്ചു വന്നാൽ ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു 1-2 മണിക്കൂർ എടുത്താൽ ഇത് തീരുകയെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ നോക്കുകയും കൊച്ചൊരു 3 മിനിറ്റ് കൊണ്ടാണ് ഇത് ശരിയാക്കിയിട്ട് എന്നെ വിളിച്ചു. കറക്റ്റാണ്. അടുത്ത് കുഞ്ഞെന്തോ ബ്രില്യൻ്റാണ്. ഉപന്യാസമൊക്കെ പഠിച്ച നമ്മളെ വെല്ലുന്ന ബുദ്ധിയല്ലേ പിള്ളേർക്കൊന്നും ഓർത്തു. അപ്പം ഞാനൊക്കെ ചോദിച്ചു, കുഞ്ഞെ ഇതെന്താ സംഭവിച്ചേ? നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ ചെയ്തേ? അത് എളുപ്പമായിരുന്നു. അതെന്താ കാര്യം? അതിൻ്റെ പുറകിലൊരു മനുഷ്യൻ്റെ പടം ഭാവിച്ചാൻ കേട്ടിട്ടുണ്ടിരിക്കും അല്ലേ? മനുഷ്യൻ്റെ പടം, കൈയും കാലും എല്ലാം ഉണ്ട്, തലയെല്ലാം ഉണ്ട്. ഇത് നേരെ വെച്ചപ്പോൾ, കമത്തിയിട്ടിട്ട് നേരെ വെച്ചപ്പോൾ ഈ മനുഷ്യനെ ശരിയാക്കിയിട്ട് ഇത് തിരിച്ചിട്ടപ്പോൾ ഇതങ്ങ് ശരിയായി. അപ്പോൾ നമ്മൾ ശരിയായി ഭൂമി തന്നെ ശരിയാകുമെന്ന് അതിനകത്തൊരർത്ഥം. കാലിരിക്കേണ്ടത് കാലും തലയിരിക്കേണ്ടത് തലയൊക്കെ വെച്ചപ്പോൾ ലോകം കറക്റ്റായി. അപ്പോൾ ഒരു ഓർഡർ, ഒരു ഡിസോർഡർ ഓർഡറാക്കാൻ ഓർഡർ ഉണ്ടെങ്കിലേ പറ്റൂ. ഓർഡറുള്ള ക്രമത്തിന് മാത്രമേ ക്രമരാഹിത്യത്തെ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇതാണ് ഈ കെമിസ്ട്രിയുടെ ഒക്കെ തത്വം. അതാട്ടോ, അങ്ങനെയാണ്. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. തോന്നുപോലെ കൂട്ടിയാൽ വെള്ളമാവില്ല. ഓർഡർ ഉണ്ടായിരിക്കണം, അനുപാതം കറക്റ്റ് ആയിരിക്കണം. ഹൈഡ്രജൻ്റെ 2 ആറ്റം, ഓക്സിജൻ്റെ 1 ആറ്റം അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഇവ സമന്വയിപ്പിക്കണം, കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ ഇവരെന്താ വിപരീത ഗുണങ്ങളുള്ള 2 വസ്തുക്കളാണ്. നിറമില്ലാത്ത, രുചിയില്ലാത്ത, മണമില്ലാത്ത ഒന്ന്, ഇതൊക്കെ ഉള്ള മറ്റൊന്ന്, കത്താൻ സഹായിക്കുന്ന ഒന്ന്, സ്ഫോടനാത്മകമായ മറ്റൊന്ന്, മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്ന ഒന്ന്, താഴേക്ക് ബലം പ്രയോഗിക്കുന്ന ഒന്ന്. ഇവയെ പരസ്പരം നിങ്ങൾക്കറിയോ, ഹൈഡ്രജൻ ബോംബ് വരെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള സ്ഫോടനം ശേഷിയുള്ള വസ്തുവാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു വസ്തുവാക്കി വെള്ളം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇതിൽ ഓർഡറുള്ള ഒരുത്തൻ്റെ ആജ്ഞ ഇവിടെ പാലിക്കണം. ഇവിടെ ആ ദൈവത്വത്തിന് പ്രസക്തി. ശാസ്ത്രമെല്ലാം ദൈവത്തിങ്കലേക്കാണ് വിരലിച്ചു കൊണ്ടുന്നത്. അതിന് തെളിവാ. ഫ്രം ഡിസോർഡർ ടു ഓർഡർ. ഡിസോർഡറിനെ ഓർഡർ ആക്കണമെങ്കിൽ ഓർഡറുള്ളവൻ ഇടപെടണം. ഒരു ചിത്രം വരയ്ക്കണോ? ചിത്രകാരൻ നോക്കിയാലേ വരയ്ക്കൂ. നമ്മൾ നോക്കിയാൽ പറ്റില്ല. നമ്മൾ നോക്കിയാൽ, എല്ലാ മനുഷ്യരും നോക്കിയാൽ വരച്ച് വിജയിപ്പിക്കാൻ പറ്റിയ ഒറ്റ പടവേ ഉള്ളൂ. അത് സാത്താൻ്റെയാണ്. വാവുച്ചാൻ വരച്ചാലും, ഞാൻ വരച്ചാലും, സണ്ണിച്ചാൻ വരച്ചാലും, പാസ് വരച്ചാലും ശരിയാവും. 2 തലയും കണ്ണു നോക്കാൻ പോകുന്നത് അവൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാ ബാക്കിയൊന്നും വിജയിക്കില്ല. ഡിസോർഡറിനെ ഓർഡറാക്കാൻ ഒരു നല്ല ചിത്രകാരൻ്റെ മനസ്സിൽ അത് വിരിഞ്ഞു. അയാൾക്ക് ഓർഡറുണ്ട്. ആ ഓർഡർ പേപ്പറിലേക്ക് പ്രതിഫലിപ്പിച്ചു. ഇപ്പം ചിത്രമായി. വ്യക്തത തന്നോ? അപ്പോഴേ ഇവരവിടെ ചോദിച്ചു, എങ്ങനെയാണ് മരിച്ചടക്കപ്പെട്ട ഒരുത്തൻ ഉയർത്തെഴുന്നേൽക്കുന്നത്? ന്യായമായ ചോദ്യമല്ലേ? ഇതൊക്കെ നേരാണോ? സംഭവിക്കുമെന്ന ചോദ്യത്തിന് പൗലോസ് പ്രകൃതിയിൽ നിന്നൊരു ഉദാഹരണം എടുത്തു. നിങ്ങൾ ഒരു പയർമണിയെ ശ്രദ്ധിക്കുക. സസ്യശാസ്ത്രത്തിലെ ഒരു ഉദാഹരണം എടുക്കുക. അത്രയും പ്രാകൃതമായൊരു കാലത്തെ സെയിന്റ് പോൾ ഉദാഹരണം എടുത്ത സ്ഥലങ്ങൾ അറിയണോ? ഒളിമ്പിക്സിൽ നിന്ന് അല്ലേ? പൗലോസിന്, യേശുവിന് 776 വർഷം മുമ്പ് ഒളിമ്പിക്സ് ഉണ്ട്. അതിന് ഉദാഹരണം എടുത്തിട്ടുണ്ട്. പൗലോസ് കെട്ടിട നിർമ്മാണ വൈഭവം അതൊക്കെ ഉള്ള ആളായിരുന്നു. കൂടാരപ്പണി ചെയ്തു പോകുന്ന ആളാ. അതിൽ നിന്ന് ഉദാഹരണം എടുത്തിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ് പ്രാപിക്കുന്ന ഒരുത്തൻ. അന്ന് ജയാളിക്ക് കൊടുക്കുന്ന പാരിതോഷികമാണ് ഒലിമരത്തിൻ്റെ ചില്ലയിൽ മെടഞ്ഞ ഒരു കിരീടം. ഫംഗ്ഷൻ തീരുമ്പോഴത്തേക്ക് ഇത് വാടും. പൗലോസ് പറയാ, വാടുന്ന കിരീടം നിങ്ങൾ പ്രാപിക്കുമ്പോൾ ഞങ്ങൾ വാടാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെ നിന്നൊക്കെ ഉദാഹരണം എടുക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ പൗലോസ് സസ്യശാസ്ത്രത്തിൽ, ബോട്ടണിയിൽ നിന്ന് ഉദാഹരണം എടുക്കുക. ഒരു പയർമണി, കർത്താവ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. അങ്ങനെ തന്നെ ഇരിക്കും. ചാകുന്നുവെങ്കിലോ വളരെ എന്താ ഇതിൻ്റെ അർത്ഥം? കൃഷി അറിയാവുന്ന ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. കർഷകൻ ഒരു പയർമണി എടുത്തു. ആ പയർമണികൾ ശേഖരിച്ച് അത് ഉണക്കി.
അതിൻ്റെ പച്ചപ്പ് മുഴുവൻ മാറി. അതിനെ കിഴികെട്ടി അത്യാവശ്യം വസ്തുക്കളൊക്കെ അതിലിട്ട് പുക കിട്ടാൻ പാകത്തിന് നാളുകളിങ്ങനെ കെട്ടിയിടും. ജീവൻ്റെ ഒരു തുടിപ്പും അതിലില്ല, ഒട്ടുമില്ല. ആളുകൾ കഴിഞ്ഞ് ആദ്യ മഴ പെയ്തു. ഇത് വിതയ്ക്കാൻ സമയമായി. കർഷകൻ മണ്ണ് നീക്കി ഇതിനെ അടക്കി. തത്വത്തിൽ ഒരു ശവസംസ്കാരം അടക്കി. കൃഷി കണ്ടിട്ടില്ലാത്ത, കൃഷിയെപ്പറ്റി അറിയാത്ത ഒരു മനുഷ്യൻ നോക്കിയാൽ അത് സംസ്കാരം പോലെയാ. അടക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ബലം ഗ്രാവിറ്റിയാണ്, ഊർജ്ജം. മനസ്സിലായോ? ഏറ്റവും വലിയ ബലം അതാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിച്ചാൽ ശരീരത്തിന് വേദന വരുന്നത് എന്തുകൊണ്ടാണ്? മണ്ണുമായിട്ട് നല്ല അകലമാണ്. മണ്ണ് ഇങ്ങോട്ട് പിടിക്കും, നമ്മൾ അങ്ങോട്ട് വലിക്കും. അങ്ങനെയാ. കൊച്ചുകുട്ടികൾക്കൊക്കെ രാത്രിയിൽ കാലിന് വേദന വരുന്നുണ്ടോ? വളർന്നു വരുന്ന കുഞ്ഞ് മുകളിലേക്ക് വളരുമ്പോൾ ഭൂമി പറയുക ഇങ്ങോട്ട് പോരാൻ. ആ വലിക്കകത്താണ് കുഞ്ഞിൻ്റെ ശരീരമൊക്കെ വളരുന്നത്. നമ്മൾ ഓർക്കും മറ്റവൻ്റെ പോരാട്ടമാണ്. ആ സമയത്ത് ഈ ഒച്ച വെക്കുന്ന കൊച്ചിനെ പിടിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കും. ചെയ്യരുത്. അവൻ കുറേ കരഞ്ഞിട്ട് നിർത്തും. കിട്ടിയോ? അവനെന്ന് സമർപ്പിക്കില്ലേ? ഒടുക്കം നമ്മൾ ഭൂഗുരുത്വത്തിനെതിരെയാണ് മനുഷ്യൻ്റെ മുകളിലേക്കുള്ള വളർച്ച. മരത്തിൻ്റെ വളർച്ച ഭൂമിക്കെതിരെയാണ്, മുകളിലേക്കാണ്. മനസ്സിലായില്ലേ? ആൻറ്റി ഗ്രാവിറ്റി ഫോഴ്സിലാണ്. അത് മുകളിലേക്ക് വളരുമ്പോൾ ഭൂമി ഇങ്ങോട്ട് പിടിക്കും. പക്ഷെ കുറേ കഴിഞ്ഞ് ഭൂമി ജയിക്കും. നമ്മൾ ഗ്രാവിറ്റി കൂടിയൊരു സ്ഥലത്തേക്ക് പോകും. അതിൻ്റെ പേര് ഗ്രേവ് അല്ലേ? ഏറ്റവും അധികം ഗ്രാവിറ്റി ഉള്ള സ്ഥലമാണ് ശവക്കുഴി, ഗ്രേവ്. അവിടേക്ക് തിരിച്ചു പോകും. ഭൂമി അങ്ങോട്ട് വലിക്കും. തീർന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മരണത്തിന് ഒറ്റ വിളി, ഒറ്റ ശബ്ദം, വാ. അത്രേ ഉള്ളൂ മരണം. വാ, അത്രേ ഉള്ളൂ മരണം. ഞാനിത് പറയുമ്പോൾ എനിക്ക് പകലൊരു ശവസംസ്കാരത്തിന് കൂടുണ്ടാവും. വൈകിട്ടവിടെ പോയി. ഈ രാഷ്ട്രീയക്കാരും ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ട് കേൾക്കാൻ. എനിക്ക് മെസ്സേജിനൊക്കെ ഒരു സമയം തന്നു. അതിൽ മരണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ കടമ്മനിട്ടയുടെ ഒരു കവിത ഞാൻ ഉദ്ധരിച്ചാണ് സംസാരിച്ചത്. എൻ്റെ പേര് കണ്ണൂർ കോട്ടയെന്നാണ്. കണ്ണൂരിലെ കോട്ട കാണാൻ കവി ഇങ്ങനെ പോവാ. യാത്ര ചെയ്ത് പോകുമ്പോൾ പുരാതനമായ പല കാഴ്ചകൾ അദ്ദേഹം കണ്ടു. സുൽത്താൻ്റെ പീരങ്കി അതെല്ലാം കേടുപാട് വന്ന് തുരുമ്പിച്ചിരിക്കുന്നു. ശത്രുവിന് നേരെ നിറവൊഴിക്കാൻ പാകത്തിന് പണ്ടുപയോഗിച്ച തോക്കുകളും വാളുകളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഇട്ടിരിക്കുന്നു. പുരാവസ്തു വകുപ്പിന് കീഴിൽ അത് സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു കിളിവാതിൽ കണ്ടു. താഴേക്ക് തുറക്കുന്ന പടികളും കണ്ടു. ഗൈഡ് പറഞ്ഞു, സാർ, ആപത്ഘട്ടം വരുമ്പോൾ സുൽത്താൻ ഇതുവഴി ഇറങ്ങി താഴെ വെള്ളത്തിൽ ചെല്ലും. അവിടെ വെള്ളമാണ്. അപ്പോഴേക്കും അവിടെ വന്ന് ഒരു ബോട്ട് റെഡിയായി കിടക്കും. ഇതിൽ അക്കരെ കിടന്ന് പുള്ളി രക്ഷപ്പെടും. കവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സുൽത്താൻ തീതുപ്പുന്ന ഈ പീരങ്കികളേക്കാൾ, മൂർച്ച കൂടിയ വാളുകളേക്കാൾ ആശ്രയം വെച്ചത് ഈ ചെറിയ വഴിയിലായിരുന്നു. ഇതായിരുന്നു പുള്ളിയുടെ വിശ്വാസം. അല്ലാതെ ഈ പീരങ്കിയിലല്ല. പീരങ്കികൾ ദ്രവിച്ചു, വാതിൽ ഇന്നും തുറന്നു കിടപ്പുണ്ട്, അത് ചെറുതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഈ കാവൽക്കാരൻ പറഞ്ഞു, സാറേ സമയമായി. കവികളല്ലേ, അവരിത് ശ്രദ്ധിച്ച് അങ്ങ് പോവാ. വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞു പറഞ്ഞു, സാർ സമയമായി, പുള്ളിക്ക് പൂട്ടിയിട്ട് പോകണം. ഒടുക്കാൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു, സാർ സമയമായി. കവി തിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സമയമായി അല്ലേ? ഒരു ദിവസം ഒരുത്തൻ വന്ന് നിന്നോടും പറയും സമയമായി. എന്തൊരു ഗൗരവമുള്ള പ്രയോഗമല്ലേ? നമുക്കത് ദൈവവചനം പോലെ തന്നെ കേൾക്കാവുന്ന കാര്യമാണ്. ഒരു ദിവസം ഒരുവൻ വന്ന് നമ്മളോടെല്ലാം പറയും സമയമായി. അതിന് പ്രായഭേദമില്ല, നിറഭേദമില്ല, സ്ഥലകാല സീമകളുടെ വ്യത്യാസമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ മരണത്തെ ഭയപ്പെടുമ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുക, മരണത്തിന് ശേഷം ഒരു ജീവിതം.
ചില പറയും അതൊക്കെ അന്നേരമല്ലേ. അന്നേരമല്ല, ഇപ്പോഴാ അതേക്കുറിച്ചുള്ള ആഹ്വാനം ഞാൻ ബോധ്യപ്പെടുത്തി നിർത്തട്ടെ. ഇവിടെ വചനം വിശദീകരിച്ചു വന്നിട്ട് അപ്പോസ്തലൻ പറയാ, ഈ ഗോതമ്പ് മണി നിലത്തുകൊണ്ട് നട്ടു, അല്ലെങ്കിൽ ആ പയർമണി നട്ടിട്ട് ഒരു ദിവസം ആദ്യ മഴ കിട്ടി. എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ മുകുളം പുറത്തേക്ക് ചാടി. അതിൻ്റെ നിപ്പും ഭാവമൊക്കെ കർഷകനെ ആനന്ദിപ്പിച്ചു. കർഷകൻ ആ ചെടിയോട് സംസാരിക്കും. ചെടി പറയും, യജമാനനെ, ഞാൻ പുറത്ത് ചാടിയത് ആരോട് മല്ലി പിടിച്ചാന്നറിയണ്ടേ? ബൃഹത്തായൊരു ഭൂമിയോട്, അതിൻ്റെ ഭൂഗുരുത്വത്തോട് മുഴുവൻ പടപൊരുതി ദുർബലനായ എനിക്ക് ചാടി പുറപ്പെടാനൊരു കരുത്ത് ജീവന്റെ തുടിപ്പായി ആരും കാണാതെ ഇതിനകത്ത് ഉടയവൻ സൂക്ഷിച്ചു വച്ചിരുന്നു. ഒരു തെളിവ് കേൾക്കണ്ടേ? പണ്ട് ഈജിപ്റ്റ് ഭരിച്ചൊരു ഫറവ ഉണ്ടായിരുന്നു, ടൂട്ടാങ്കമൻ. കേട്ടിട്ടുണ്ടാവും കഥ. 5000 വർഷം പഴക്കമുള്ള അയാളുടെ ശവകുടീരം പൊളിച്ചു. ആ ശവകുടീരത്തിൽ പല വസ്തുക്കൾ, വൈഡൂര്യവും മാണിക്യവും മരതകക്കല്ലും ഒക്കെ നിറച്ചു വച്ച ഭരണികൾ കണ്ടുപിടിച്ചു. സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടുപിടിച്ചു. ആ കൂടെ കുറെ പയർമണികൾ ഒരു ഭരണിയിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുക. ഇതെടുത്തു. 5000 വർഷം ക്രിസ്തുവിനും 3000 വർഷം പഴക്കമുള്ളത് മുമ്പ് ഇതെടുത്തുകൊണ്ട് വന്നു. സയൻറ്റിസ്റ്റുകൾ ഇത് കുഴിച്ചിട്ടു. എന്താണെന്നറിയാൻ തടമെടുത്ത് വെള്ളമൊഴിച്ച് കുഴിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പയർമണി കിളുത്തു വരുന്നു. ഇതിൽ നിന്നൊരു ഉദാഹരണമുണ്ടേ. എത്ര വർഷം പഴക്കമുള്ള പയർമണിയും നിർജീവമായ 5000 കൊല്ലം സൂക്ഷിച്ചിരിക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ പാകപ്പെടുത്തി അത് കുഴിച്ചിട്ട് അതിനെങ്ങനെയാണ് ജീവന്റെ തുടിപ്പ് വന്നത്, അതുപോലെ നമ്മൾ ഈ മണ്ണിൽ കൊണ്ട് ചിലരെ വിതയ്ക്കുകയാണ്. ഇതിനുള്ളിൽ വിതയ്ക്കും. ഇതൊരു വിതക്കണ്ടം മാത്രമാണ്. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഒരു പയർമണിക്ക് കരുത്ത് കാട്ടി വളരാൻ കഴിഞ്ഞതുപോലെ മണ്ണിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ കരുത്ത് കാട്ടി ഉണരുമ്പോ ഒരു പ്രത്യേകത പറയാ, പ്രാകൃത ശരീരം വിതച്ചു. ഉണങ്ങിയ പയർമണിയായിട്ടേന്ന് നമ്മളുടെ പിതാവിനെ, മാതാവിനെ, സഹോദരങ്ങളെ, മരിച്ചുപോയവരുടെ നിർജീവ ശരീരം അതുകൊണ്ടിട്ടു. ഇത് കാരണം പറയാ, ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹി. ചിലർക്ക് ഇതറിയില്ല. അപ്പോഴേ അവിടെ നിന്ന് പറയാം, മനുഷ്യനെ പറ്റി നമ്മളിപ്പോൾ എല്ലാം ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ നിരീശ്വരന്മാരുടെ യോഗത്തിൽ അത് പറയുന്നുണ്ട്. ഒരുത്തനോട് ചോദിച്ചു, ദൈവം മണ്ണ് കുഴച്ച്, വെള്ളമൊഴിച്ച്, മണ്ണ് കുഴിച്ച്, ചവിട്ടി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പണി എനിക്കറിയില്ല. അല്ല, ബൈബിളിൽ എങ്ങനെ പറയുന്നുണ്ടോ? ബൈബിളിൽ അങ്ങനെ ഇല്ല. പിന്നെ എങ്ങനെ ഉള്ളത്? ഞാൻ പറഞ്ഞാ നിങ്ങൾ കണ്ടുപിടി. നിങ്ങളല്ലേ ചോദ്യം ചോദിച്ചു. എന്റെ പണിയാണോ വെറുതെ തരുന്നത്? എന്നോട് ചോദ്യം ചോദിക്കാൻ ഞാൻ അവന് ചോദ്യം ആദ്യം ഉണ്ടാക്കി കൊടുക്കണോ? നീ കണ്ടുപിടിച്ചു വാ. എന്താ പേര് പറയുന്നത്? മണ്ണ് കുഴച്ചൊന്നൊന്നുമല്ല. നമ്മളീ പറയുന്നവരുണ്ട്, പ്രതിമ ഉണ്ടാക്കിയിട്ട് ഊതിയെന്ന് നമ്മുടെ മനസ്സിൽ പലരെയും അണ്ടസ്കൂൾ പഠിപ്പിച്ച മാഷി തെറ്റിച്ച. അങ്ങനെയല്ല. യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് വിഗ്രഹത്തെ എടുത്തു എന്നല്ല, മനുഷ്യനെ എടുത്തു. അവന്റെ മൂക്കിൽ റൂഹേ ഊതിക്കയറ്റി അവൻ ജീവനുള്ള ദേഹിയായി. മണ്ണിൽ നിർത്തപ്പോഴേ നമ്മൾ ഇതുപോലാന്ന് പിടിയിട്ടില്ല. അല്ല, മണ്ണിന്റെ പാഴ്സായിട്ടല്ലെന്ന് മനസ്സിലായോ? ഇങ്ങനെ പൊക്കി ഇങ്ങെടുത്ത്. അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനെടുക്കാൻ പറ്റും. നമ്മൾ നോക്കിയാൽ പറ്റിയല്ല, ദൈവത്തിനെടുക്കാൻ പറ്റും. ഇതിനുള്ളിൽ നിങ്ങൾ എടുത്തു. മൂക്കിൽ റൂഹ, ആത്മാവിനെ കൊടുത്തെന്ന്. 3 പദങ്ങളാണ് പഠിക്കേണ്ടത് സൃഷ്ടിച്ചു എന്നുള്ളതിന്. ഹീബ്രുവിൽ ഒരു പദം ബാറ. ബാറ മീൻസ് ടു ക്രിയേറ്റ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക, ശബ്ദം കൊണ്ട് ഉണ്ടാകട്ടെ. അതാ ബാറ. മനുഷ്യന് പറ്റില്ല, ദൈവത്തിന്. അടുത്ത മനുഷ്യനും പറ്റും. ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കുക. തടി കൊണ്ട് ഈ പുൽപ്പിറ്റ് ഉണ്ടാക്കുക. മനുഷ്യനും പറ്റും, ദൈവത്തിന് പറ്റും എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഇതിനുപയോഗിച്ച പദം
ആസ എന്നൊരു പദമാണ്. ആസ. ഈ പദമുണ്ട്, മലയാളത്തിൽ ഇത് വ്യക്തമല്ല. മൂന്നാമതൊരു പദമുണ്ട്, ദൈവത്തിന് മാത്രം പറ്റുന്നതാണ് മൂന്നാമത്തെ പദവും. YTZR, വായിക്കേണ്ടത് യസർ എന്നാണ്. എന്താ യസർ? യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. യസർ, ഡിസൈൻ ചെയ്തു, തൻ്റെ ഇമേജിനെ കൊടുത്തു. നമുക്ക് കിട്ടിയ രണ്ട് കാര്യങ്ങളാ, തൻ്റെ റൂഹയും തൻ്റെ ഇമേജും. ബാക്കിയുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത കേൾക്കണ്ടേ? അവയ്ക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവില്ല. ദേഹി എന്ന് പറഞ്ഞാൽ എന്താ? ചിന്ത, ബുദ്ധി, വികാരവിചാരങ്ങൾ, അവയുടെ ഇരിപ്പിടത്തെയാണ് ദേഹി എന്ന് പറയുന്നത്. മൃഗത്തിനില്ലേ അത്? മൃഗത്തിന് ചിന്തയില്ലേ? മൃഗത്തിന് ചിന്തയുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് എടുത്ത് നോക്കി. ഞങ്ങളുടെ അവിടെ മല്ലപ്പള്ളിയിൽ ഒരു പെങ്കൊച്ച് വന്നു, ബസ്സിനിറങ്ങി. ഒരു തെരുവുനായി ചാടി കുരച്ചുകൊണ്ട് അടുത്ത് വന്നു. അതിൻ്റെ കാല് ഇങ്ങനെ ഉരുമി മുട്ടി നിന്ന് അങ്ങ് കരയാൻ തുടങ്ങി. അവളിങ്ങനെ തഴുകി കുറേ കഴിഞ്ഞ് ഇതങ്ങ് ഇണങ്ങി. കടയിൽ നിന്ന് അവൾ എന്തൊക്കെയോ വാങ്ങി കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. പുറകെ പത്രക്കാരിലൂടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ഇവിടെ 3-3.5 കൊല്ലം മുമ്പ് ഇവിടുന്ന് ബാംഗ്ലൂർ പോയതാ പഠിക്കാൻ. ഇവിടെ വളർത്തുന്നതായിരുന്നു. ഇവൻ വീട്ടിൽ വിട്ടങ്ങ് പോയി, സങ്കടം കാരണം. 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വളർത്തിയ യജമാനത്തിയെ കണ്ട് ഓടി വന്നുണ്ടോ? മൃഗത്തിന് ബുദ്ധിയില്ലേ? ഏത് ജീവിക്കും തീറ്റ കൊടുക്കുന്നവരറിയാം അല്ലേ? ബുദ്ധിയുണ്ട് മൃഗത്തിന്. ചിലപ്പോൾ നമ്മളെക്കാൾ ബുദ്ധിയുണ്ട് ചില സമയത്ത്. മനസ്സിലായില്ലേ? നമ്മളെക്കാൾ വിവേകം അതിനുണ്ട്. സ്തോത്രം. പക്ഷേ ആത്മാവില്ല. മനുഷ്യൻ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുത്തു. ഡസ്റ്റ് പ്ലസ് ലൈഫ് പ്ലസ് റുഹ. ഇത് മൂന്നാം മനുഷ്യൻ. മാൻ ഈസ് ട്രൈക്കോട്ടമസ്. മനുഷ്യനിൽ 3 ഘടകങ്ങൾ. ആ 3 ഘടകങ്ങളിൽ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ദേഹിയും ആത്മാവും അവശേഷിക്കും. അത് ദൈവത്തിങ്കൽ വിശ്രമിക്കും, കർത്താവിൽ. അതെങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ഒരു വിശ്രാമ സ്ഥലത്തേക്ക് കർത്താവ് ഉണ്ടാക്കിയിരിക്കുക. മുഷിയത്തൊന്നുമില്ല അവിടെയാ. കർത്താവിലായതുകൊണ്ട് മുഷിയോ? കർത്താവിൽ 2000 ആണ്ട് മുമ്പ് മരിച്ച വിശുദ്ധന്മാരുടെ ഇരുന്നിരുന്നങ്ങ് മുഷിയ. അരിശവും വരുന്നു, അങ്ങനെ പറയോ? ഇല്ല. കാരണം അവിടെ സമയമില്ലതാ, സമയക്രമമില്ല. എൻ്റെ കാരണം പറയാം, 2000 കൊല്ലം മുമ്പ് മരിച്ചവരും നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന നമ്മളും പുനരുദ്ധാന സമയത്ത് വരുമ്പോൾ ഒരു സമയത്തായ പോലെ അവനും തോന്നും, നമുക്കും തോന്നുന്നു. പിടികിട്ടിയോ? സമയക്രമം അങ്ങനെയാ സമയം. സമയക്രമം പോലും വ്യത്യാസ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിലേക്ക് നമുക്ക് 33 പ്രകാശ വർഷം അകലെ അത് നിൽക്കുന്നത്. നമ്മൾ ഈ വേഗത്തിൽ പോയെന്ന് കൂട്ടിക്കോ. അവിടെ ആ വേഗത്തിൽ പോയാൽ നമുക്ക് 33 വർഷം കൊണ്ട് അവിടെ ചെല്ലാം. സൂര്യൻ ഭൂമിയിലേക്ക് ആ വെളിച്ചം വരുന്ന പ്രകാശവർഷം വേഗത്തിൽ പോകണം. അതിനുള്ള ഉപകരണമൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ പോയാൽ നമുക്ക് 33 വർഷം അങ്ങോട്ട്, 33 വർഷം ഇങ്ങോട്ട്. ഭൂമിയിലെ ആകെ എത്രയായി? 66. പക്ഷേ ഈ പോയ ആളിന് ഒരു വ്യത്യാസവും വരത്തില്ല. കാരണം ഭൂമിയിലെ സമയം പുള്ളിയെ ബാധിക്കാത്തതുകൊണ്ട് പോയവൻ അതുപോലെ ഇവിടെ തിരിച്ചു വരും. പക്ഷെ അവൻ്റെ ചെറുക്കൻ 6 വയസ്സിൽ അവൻ പയ്യനെ കണ്ടേച്ച് പോയതാണെങ്കിൽ 72 വയസ്സുള്ളൊരു കിളവൻ കണ്ണുമൊക്കെ തിരുമിട്ട് വയ്ക്കുന്നു. ആരാ? വന്ന പുള്ളി ചോദിക്കുന്നു, എവിടെ നമ്മുടെ കുഞ്ഞ്? ഏത് കുഞ്ഞാ? ഇവന് തിരിച്ചറിയത്തില്ല. കാരണം എന്താ? സമയം 2 പിടികിട്ടിയോ? അപ്പൊ സ്വർഗീയ സമയം വേറെയാ, അതിന്റെ ക്രമം വേറെയാ. എടുത്തെടുത്ത് പറയാനുണ്ട്. പോട്ടെ, ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞേ? മണ്ണിൽ കൊണ്ട് വിതയ്ക്കും. മണ്ണിന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഭക്തൻ എങ്ങനെ ഉയർക്കുന്നു ചോദിച്ചാൽ ഈ ശവക്കോട്ടയെല്ലാം പൊട്ടിച്ച് തകർത്ത് നമുക്കതിനകത്തൊന്നും വരേണ്ട കാര്യമൊന്നുമില്ലെന്ന്, അത്തരം കണ്ടന്റുകളൊന്നും വേണ്ടെന്ന്. പക്ഷെ കലറകൾ തുറന്നു കിടക്കും. എന്തിനാ? നാട്ടുകാരൻ ചോദിച്ചാൽ ഒരടയാളം. ദ്രവത്വത്തിൽ വിതച്ചു, അദ്രവത്വത്തിൽ ഉയർക്കും. ബലഹീനതയിൽ വിതച്ചു, ശക്തിയിൽ ഉയർക്കും. ശക്തിയിൽ ഉയർക്കാൻ കാത്തുകിടക്കുകയാണ് അനേക കോടി വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ. രക്തസാക്ഷികളായി മരിച്ചവർ, അല്ലാതെ മരിച്ചവർ, ത്യാഗികൾ, സ്വാഭാവിക മരണം നേടിയവർ, അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരെ ഇവിടെ ആ വിധത്തിലാണെങ്കിൽ പറയാ, ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ ആദം. ഒടുക്കത്തെ ആദം എന്നൊരുത്തനെ പഠിപ്പിച്ചു. അതാരാ? നമ്മുടെ കർത്താവ്. അതെവിടുന്ന് വന്നു?
ഉയരത്തിൽ നിന്ന് സ്വർഗീയൻ. ആ ശരീരത്തിൻ്റെ പ്രത്യേകത കേൾക്കണം. അതേ ഒരു സ്പെഷ്യൽ ബോഡിയാണ്. മണ്ണിൽ നിന്നെടുത്തല്ല, മറിയുടെ ഉദരത്തിൽ നിന്നെടുത്തതല്ല. ഒരു കണ്ടന്റും വിശുദ്ധ മറിയിൽ നിന്ന് യേശു പ്രാപിച്ചിട്ടില്ല. ഒന്നും ഇല്ലെന്ന്. മറിയുടെ വൈ ക്രോമസോമേ പരമാവധി ഒരു സ്ത്രീക്ക് കൊടുക്കാൻ, എക്സ് ക്രോമസോമേ കൊടുക്കാൻ പറ്റൂ. XX ക്രോമസോമാണ് ഒരു സ്ത്രീക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത്. അതെടുത്തിട്ടില്ല. മനസ്സിലായില്ല? അതൊന്നും വേണ്ട. കാരണം എന്താ? അങ്ങനെ എടുത്ത സകല ശരീരങ്ങളും ഈ മണ്ണിൽ ചേരണം. യേശുവിൻ്റെ ശരീരം ഈ മണ്ണിൽ ചേർന്നില്ല, ദ്രവിച്ചതിൻ്റെ ഭാഗമായില്ല. കാരണം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാൺമാൻ പിതാവ് സമ്മതിക്കയില്ല. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാൺമാൻ സമ്മതിക്കയില്ല. ദ്രവിച്ച് മണ്ണിലോട് ചേരുന്ന ആ ശരീരം അല്ല യേശുവിന്. അപ്പോൾ നമ്മളിനി ഏകീഭവിക്കാൻ പോകുന്ന ആരുടെ ശരീരത്തോടാ? ദ്രവിക്കാത്ത, നശിക്കാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു ശരീരം. ആ ശരീരം മരണത്തെ അതിജീവിച്ച ശരീരമായതുകൊണ്ട് നിത്യതയിലേക്ക് ആ ശരീരം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിങ്ങനെ നിർത്തട്ടെ. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഈ ശരീരത്തിൻ്റെ അനന്ത സാധ്യതയെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയും, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയാണ്. ഈ ബോഡിക്ക് മാത്രം ഒരു പ്രത്യേകത. യേശുവിൻ്റെ നിത്യതയിൽ ചെല്ലുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നമ്മളെല്ലാം ഒരേ ശരീരത്തിലാണ്. എല്ലാവർക്കും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു ശരീരം. ആ ശരീരത്തിലാണ് ഉയർക്കുന്നത്. പക്ഷെ അവിടെ ഈ മാറ്റമില്ലാത്ത ഒരാളുണ്ട്. അത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മുറിവുകൾ അന്നും ഉണ്ട് അവിടെ. കർത്താവിൻ്റെ മുറിവ് പോവോ? ഇല്ലാന്ന്. ഒരു സംശയം. എന്താ പോകാത്ത? തെളിവ് തരല്ല ബൈബിളിൽ നിന്ന്. നമ്മുടെ തോമാച്ചൻ സംശയിച്ചപ്പോൾ എന്താ പറഞ്ഞ? മോനിഞ്ഞു വാ, ഒന്ന് നോക്കിയാൽ ഞാനാണോ? ഇതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. മനസ്സിലായി? ഇതാ ഞാൻ. വിലാപ്പുറം നോക്ക്. ഈ മുറിവ് എന്തിനാ മുറിവെന്നറിയണ്ടേ? ഈ മുറിവ് ഒരു തോൽവിയല്ല, ഇതൊരു ജയത്തിൻ്റെ ചിഹ്നമാണ്. ഹല്ലേലൂയ. ഇതൊരു ജയത്തിൻ്റെ ചിഹ്നമാണ്. ആദരണനായ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുക. കാർഗിൽ യുദ്ധം. അജയ് യഹൂജ എന്നറിയപ്പെടുന്ന ഒരു സൈനികൻ വെടിയേറ്റ് മരിച്ചു പാകിസ്ഥാനിൽ. മലയാളി കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ബോഡിയും കൊണ്ടുവന്നു. ചെറുപ്പക്കാരനാണ്. വൈഫൊക്കെ എങ്ങാണ്. ദേശീയ പതാകയൊക്കെ പുതപ്പിച്ച് നമ്മുടെ സൈനികന് വിടവാങ്ങം നൽകാൻ നേരം വാജ്പേയിജി എഴുതിയൊരു കവിത കൂടി വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹിന്ദി കവിതയാണ്. ആ കവിതയിൽ വാജ്പേയിജി പറഞ്ഞു, മഹദി, നീയും ഒരു പുത്രനുമുണ്ട്. നിങ്ങൾക്കുള്ളതാണ് ഈ കവിത. നിന്റെ ഭർത്താവിനെ ദേശീയ പതാക പുതപ്പിച്ച് ഭൗതിക ശരീരം സംസ്കരിക്കാൻ അയക്കുമ്പോൾ നീ അന്ത്യചുംബനം നൽകുന്നതിനോടൊപ്പം നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പതാക മാറ്റി നെഞ്ചിലേക്ക് നോക്കണം. അവിടെ ഒരു സുഷിരം. ആ സുഷിരത്തിൽ നീയും മകനും മാത്രമല്ല 110 കോടി ഇന്ത്യൻ മനുഷ്യരുടെ മുഴുവൻ പ്രതീക്ഷകൾ ആ സുഷിരത്തിലുണ്ട്. ഭവതി, ആ സുഷിരം അദ്ദേഹത്തിൻ്റെ പുറത്തായിരുന്നെങ്കിൽ ഞാൻ ഈ കുറിപ്പെഴുതുമായിരുന്നില്ല. അയാൾ ഭീരുവായി ഓടി എന്ന് പറയേണ്ടി വരുമായിരുന്നു. എതിരാളിയുടെ തീതുപ്പുന്ന തിരപാഞ്ഞു വരുമ്പോൾ നെഞ്ചുകൊടുത്ത് 110 കോടി ജനതയെക്കുറിച്ച് ഓർത്തപ്പോൾ നിന്നെയും മകനെയുമല്ല പ്രധാനമായി ഓർത്തത്, നമ്മെ മുഴുവൻ. വളരെ രസകരമാണത് വായിക്കാൻ. ദുഃഖത്തെ കവിയുന്നൊരാവേശമാണത് വായിച്ചു കഴിയുമ്പോൾ. അദ്ദേഹം ഒരു അഭിവാദ്യമൊക്കെ മുഴക്കി ആ കവിത തീർക്കുക. ഈ മുറിവ് നമുക്ക് അഭിമാനമല്ലേ? നമുക്ക് അഭിമാന? രക്തസാക്ഷിയുടെ മുറിവ് നമുക്ക് അഭിമാനമാ? കണ്ടേ, ക്രൂരന്മാരായ റോമിലെ ചക്രവർത്തിമാരുടെ കിരാതാക്രമത്തിൽ നമ്മുടെ ഒരു ദൈവാസന്റെ കണ്ണുപോയി. ആ കണ്ണിലൂടെ ഒരുതരം ദ്രാവകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മഹാനായ കോൺസ്റ്റന്റൈൻ 100 കുറ്റം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചപ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷിയായ ഈ മനുഷ്യൻ തൻ്റെ അരികിലേക്ക് വന്നു. ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞപ്പോൾ കോൺസ്റ്റന്റൈൻ ഓടിപ്പോയി. ആ വ്രണത്തിൽ ചുംബിച്ച ശേഷമാണ് കസേരയിൽ വന്നിരുന്നത്.
മനസ്സിലായില്ലേ? രക്തസാക്ഷികളുടെ ധീരമായ ഇത്തരം ചൂടടയാളം, ഇത്തരം അടയാളങ്ങൾ ഹൃദയത്തിൽ പേരുന്നവരുണ്ട്, ശരീരത്തിൽ പേരുന്നവരുണ്ട്. ക്രിസ്തു നിമിത്തം ത്യാഗികളായി അനുഭവിച്ച 100 ത്യാഗങ്ങളുടെ മുറിപ്പാടുകൾ അകത്തും പുറത്തും വഹിക്കുന്നവരെ അനവധി തേജസ്സിലെ പ്രത്യാശയിൽ അതൊരു അനുഗ്രഹമായി തിരികെ കിട്ടുന്ന ഒരു കാലം സമാഗതമായി. നീട്ടുന്നില്ല. അങ്ങനെങ്കിൽ ഈ മുറി ഒരു കുറവല്ല, ഒരു ജയത്തിന്റെ ചിഹ്നമാണ്. സിംഹമടയിലേക്ക് ഓടിക്കയറിയ ഒരാടും തിരിച്ചു വന്ന ചരിത്രമില്ല. സിംഹം കടിച്ചു കുടയും. പുലിമടയിൽ കടന്ന ഒരു മൃഗവും തിരിച്ചു വന്നിട്ടില്ല. ചെന്നായ്ക്കട പച്ചത്തിൽ അകപ്പെട്ടു പോയ ഒരാടും തിരിച്ചു വന്നില്ലെങ്കിൽ ഇതാ അറുക്കപ്പെട്ട കുഞ്ഞാട് ജയാളിയായി വന്ന് ഒരു മുറിവ് കാട്ടിട്ട് പറയുക, ഈ മുറിവില മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷ അന്തർലീനമായിരിക്കുന്നത്. ആ മുറിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗീയ ജീവികളും പാടി, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. ആ പ്രഥമയോട് നമ്മൾ ഏകീഭവിക്കാൻ കാലസമാഗതമായി. അതുകൊണ്ട് എൻ്റെ ബൈബിൾ ക്ലാസ്സിലൊരു ചോദ്യം ഒരു ചങ്ങാതി ചോദിച്ചത് പറഞ്ഞ് അവസാനിപ്പിക്കാം. വെളിപ്പാട് ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഒരുത്തൻ ചോദിച്ചാ, സ്വർഗത്തിൽ ചെന്നാൽ സാറേ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ വീണ്ടും നമുക്ക് അഹങ്കാരമാകും? എന്നോട് സാറൊന്നും പറയണ്ട, നമ്മളാണോ ആൾക്കാർ, നമ്മൾ അവിടെ കിടന്ന് വല്ലാത്ത വിഷയം ഉണ്ടാക്കും. ഈ ഒരു കിരീടം ഞാനതിന് ശേഷം ഈ കിരീടമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയും അവിടെ ചെന്ന് അവിടെ ജീവിച്ചാൽ മതി, കിരീടമൊന്നും വേണ്ടെന്നേ, പോട്ടെ. പോയാലും പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ലൂസിഫറിന് വന്ന പോലെ നീളമൊന്നും വരികയില്ല. നീളം വരാതിരിക്കാൻ കാരണമുണ്ട്. നമുക്കങ്ങനെ ഒരു തോന്നൽ വരുമ്പോഴേ അവൻ ഈ വിശുദ്ധ കരമുയർത്തി നമ്മളെ ഒന്ന് കാണിച്ചാൽ മതി. അവിടെ ഒരു മുറിവുണ്ട്. ആ മുറിവ് പറയും, നിന്റെ യോഗ്യതയല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന്. നമ്മുടെ കർത്താവിൻ്റെ പുണ്യാഗ്രഹത്തിൽ അഭയം പ്രാപിച്ച് നമുക്കും പറയാം, എന്നെ ഞാനാക്കിയത് നിന്റെ മുറിവാണ്. ജീവിതം കൊണ്ട് നിന്നോട് ഏകീഭവിക്കാൻ ഞാനിതാ താണു വണങ്ങുന്നു. മന്മയന്റെ പ്രതിമ ധരിച്ച പോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്ന ആ മനോഹര ദിവസത്തിന് വേണ്ടി ഉണരണം. കഴിഞ്ഞ പകൽ ഉണർപ്പെടുത്തിയ പോലെ ജാഗരിക്കണം, കാത്തിരിക്കണം. യേശുവിനെ കൂടാതെ ഒരാളെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്കിടയിലുണ്ടെങ്കിൽ നമുക്കൊരുങ്ങാം. യേശുവേ, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ മകനായി, അങ്ങയുടെ മകളായി അടിക്കണം. അകത്തും പുറത്തും യേശുവിനെ കൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ആ ക്രിസ്തു ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥനയ്ക്കൊരുങ്ങാം. ദൈവകൃപ നമ്മിൽ വ്യാപരിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ പൈതലായി യേശുവിനെ അനുഗമിക്കത്തക്ക വിധത്തിൽ ആത്മസമർപ്പണം ചെയ്ത എത്ര പേരകത്തും പുറത്തുമുണ്ട്. പകൽ ഓർമ്മപ്പെടുത്തിയ പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകും? വഞ്ചന പിണഞ്ഞ ലോകത്ത്, അധർമ്മം കൊടികുത്തി വാഴുന്ന ലോകത്ത് നമുക്ക് ദൈവത്തിന്റെ പൈതങ്ങളായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ള ചിലരെങ്കിലും ഇന്ന് രാത്രിയുണ്ട്. എനിക്ക് വേണ്ടി, പിന്മാറിപ്പോയ കുടുംബത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി, നിങ്ങളുടെ ഓർമ്മയിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും മുഖങ്ങൾക്ക് വേണ്ടി, എനിക്കൊപ്പം രക്ഷാനുഭവത്തിലേക്ക് വന്നിട്ട് പിന്തിരിഞ്ഞു പോയവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ. നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? പിന്മാറിപ്പോയവർക്ക് വേണ്ടി, അല്ല യേശുവിലേക്ക് വരാനുള്ളവർക്ക് വേണ്ടി, സ്നാനമേൽക്കാനുള്ളവർക്ക് വേണ്ടി. ആർക്കാഗ്രഹം? ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മന്മയന്റെ പ്രതിമ ധരിച്ച് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന പോലെ സ്വർഗീയ പ്രതിമ ധരിക്കുന്ന മനോഹര സുദിനം കാത്തിരിക്കുന്നു. നിന്റെ കാരുണ്യവലയത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളേണം. തിരുകൃപ ഞങ്ങളെ മൂടിക്കൊള്ളേണം. ഞങ്ങൾ ഭൂമിയുടെ പരിമിതിക്കുള്ളിൽ ഒരു ദിവസം വെള്ളരിപ്രാവുകളെ പോലെ ചിറകുധരിച്ച് അങ്ങ് എതിരേൽക്കാൻ വാനവിരവിൽ എടുക്കപ്പെടുന്ന കാലം സമാഗതമാകുന്നു എന്ന തിരിച്ചറിവിൽ ഭയഭക്തിയോടങ്ങ് സേവിപ്പാൻ കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.